بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على رسول الأمين وعلى آله وصحبه ومن تبعهم بإحسان. أما بعد. ഏറ്റവും പ്രിയപ്പെട്ട നെസ്റ്റ് ടോപ്പ് അക്കാഡമിയിൽ പഠിക്കുകയും അക്കാഡമിയിൽ നിന്നും കിട്ടിയ ഒരുപാട് കോഴ്സുകൾ, ഫ്രീ ആയിട്ടുള്ള അറബി റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകളൊക്കെ പഠിച്ച് അറബി മേഖലയിൽ പുതിയൊരു കരിയർ, അതും നമ്മുടെ കരിയർ ജീവിതത്തിൽ നമുക്ക് മുതൽക്കൂട്ടാവുന്ന രൂപത്തിലേക്ക് ആവണമെന്ന് ആഗ്രഹിച്ച് അതിൽ അപ്ഡേറ്റഡ് ആഗ്രഹിച്ച് വന്നവരാണ് നിങ്ങളെല്ലാവരും. പലർക്കും അൽ-ലിയൂൻ അക്കാഡമിയെ കുറിച്ച് അറിയാം, പല ആളുകളും പുതിയ ആളുകളാണ്. കേരളത്തില് ട്രാൻസ്ലേഷൻ മേഖലയിൽ 2 വർഷമായിട്ട് കോഴ്സുകൾ കൊടുക്കുകയും ട്രെയിനിങ്ങും ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റിലേക്ക് കുട്ടികളെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു അക്കാഡമിയാണ് അൽ-ലിയൂൻ അക്കാഡമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടും ചെറിയ രൂപത്തിലുള്ള ഫീസൊക്കെ വാങ്ങി കേരളത്തിൽ നന്നായിട്ട് അറബി ഭാഷയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അക്കാഡമിയാണ് നിങ്ങൾ പഠിച്ച അക്കാഡമി, നെക്സ്റ്റ് ടോപ്പ് അക്കാഡമി എന്ന് പറയുന്നത്. പുതിയ കാലഘട്ടത്തിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ പരസ്പരം കൊളാബ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. ആ ഒരു പ്രക്രിയയെ സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്നാണ് പറയാറുള്ളത്. അഥവാ ഒരു അക്കാഡമിയിൽ പഠിച്ച കുട്ടിയെ മറ്റൊരു അക്കാഡമിയിൽ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു കോളേജിൽ പഠിച്ച ഒരു കുട്ടിയെ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയി അവരെ നന്നായി പഠിപ്പിക്കുക. ഇതിനാണ് സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലാണ് നെക്സ്റ്റ് ടോപ്പ് അക്കാഡമിയും അൽ-ലിയൂൻ അക്കാഡമിയും ചേർന്നുകൊണ്ട് 2 മാസത്തെ ട്രാൻസ്ലേഷൻ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിയെ കുറിച്ച് നന്നായി അറിയാം. അൽ-ലിയൂൻ അക്കാഡമിയെ കുറിച്ച് പുതിയ ആളുകൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ അൽ-ലിയൂൻ അക്കാഡമിയെ കുറിച്ച് ആദ്യത്തിൽ ചെറിയ രൂപത്തിൽ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അൽ-ലിയൂൻ അക്കാഡമിയുടെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഫാസിൽ ബിൻ ഫൈസൽ, ഡയറക്ടർ ആൻഡ് CEO അൽ-ലിയൂൻ അക്കാഡമി, VPS സിദ്ദീഖ്, അക്കാഡമിക് ഡയറക്ടർ ഓഫ് അൽ-ലിയൂൻ അക്കാഡമി. അതുപോലെ തന്നെ അൽ-ലിയൂൻ അക്കാഡമിക്ക് ഇന്റർനാഷണലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കാനും നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും അഡ്വൈസസ് തരാനും ഒരു പാനൽ ഉണ്ട്. അതിൻ്റെ പാനലിൻ്റെ പേരാണ് അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത്. അതിൽ 6 പ്രധാനപ്പെട്ട ആളുകളെയാണ് അൽ-ലിയൂൻ അക്കാഡമി അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ ഓരോ രാജ്യത്തും അറബി ഭാഷയുടെ വ്യാപനം വ്യത്യസ്ത രൂപത്തിലാണല്ലോ. ആ ഒരു അപ്ഡേഷൻ സ്വീകരിക്കാനും നമ്മുടെ കോഴ്സുകളിൽ ഇവരുടെ അഡ്വൈസറുകൾ സ്വീകരിക്കാനാണ് അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഹുസൈൻ ഗാലി. ഹുസൈൻ ഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷനിൽ മോസ്റ്റ് സീനിയർ ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഹുസൈൻ ഗാലി. അദ്ദേഹം ഒരു PhD സ്കോളറും കൂടിയാണ്. അദ്ദേഹം US ഉള്ളത്. രണ്ടാമത്തെ ഒരു അഡ്വൈസറി ബോർഡ് മെമ്പർ മുസ്തഫ അൽ ബുസൈരി. അദ്ദേഹം സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, നോൺ നേറ്റീവ് സ്പീക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള, അവിടുത്തെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. സൽത്തനത്ത് ഒമാനിൽ നിന്നുള്ള അൽ-ലിയൂൻ അക്കാഡമിയുടെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. മൂന്നാമത്തെ ആള് TM ഈമാൻ സലാമ, ഖത്തറിലാണ്, ഖത്തരി ഒറിജിനാണ്.
പെൺകുട്ടികൾ എംപവറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഹെഡും കൂടിയാണ്. അവരുടെ ഫ്രീ ആയിട്ടുള്ള 2 മാസത്തെ സ്പോക്കൺ അറബിക് സ്പെഷ്യൽ കോഴ്സ് പെൺകുട്ടികൾക്കായിട്ട് നമ്മൾ നടത്താറുണ്ട്. 4-മത്തെ ഒരു മെമ്പർ എന്ന് പറയുന്നത് പുത്തൂർ സൈനബ് അബ്ദുൽ അസീസ്. അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന അൾജീരിയയിലാണ്. അതുപോലെ തന്നെ അൽവീന അക്കാഡമിയുടെ പ്രധാനപ്പെട്ട ഒരു അഡ്വൈസറി ബോർഡ് മെമ്പറാണ് അത്തിയ യൂസുഫ്. അദ്ദേഹം US-ലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലെ സീനിയർ ലെക്ചറാണ്. ഇന്ത്യയിൽ നിന്നും ഒരാൾ മാത്രമാണ് നമ്മുടെ അഡ്വൈസറി ബോർഡ് മെമ്പർ ആയിട്ടുള്ളത്, ഡോക്ടർ അബ്ബാസ് KP. എൻ്റെ സാറും കൂടിയാണ്. ഫറൂഖ് കോളേജിലാണ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് അൽവീന അക്കാഡമിയുടെ ഒരു അഡ്വൈസറി ബോർഡ് മെമ്പർമാരാണ്. ഇതുപോലെ നിങ്ങൾ പഠിച്ച നെക്സ്റ്റ് ടോപ്പ് അക്കാഡമിയിലും ഇത്തരത്തിലുള്ള വലിയ ആളുകളും. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകളും ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഡെയിലി തരുന്നത്. ഗ്രാമറായിട്ടും ട്രാൻസ്ലേഷനായിട്ടും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ട്രാൻസ്ലേഷനായിട്ടും ന്യൂസുകൾ അനലൈസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ടോപ്പ് അക്കാഡമി വ്യത്യസ്തമായ പ്രോഗ്രാം നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്, അറബി ഭാഷ എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ഭാഷയോ അല്ലെങ്കിൽ ഒരു ഖുർആനിന്റെ ഭാഷയോ അല്ലെങ്കിൽ സ്വർഗത്തിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷയോ അമ്പിയാക്കൾ മുഴുവനും സംസാരിച്ച ഭാഷ എന്ന നിലക്ക് അതിനെ ചുരുക്കിക്കളയാതെ ഇതൊരു ഇന്റർനാഷണലി സൗണ്ടഡ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ലെവലിൽ ഉപയോഗിക്കാൻ കഴിയുന്ന, നമുക്ക് ജീവിതത്തിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കി തരാൻ സാധ്യതയുള്ള ഒരു ഭാഷയായിട്ടാണ് ഇന്ന് അറബി ഭാഷയെ കാണുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ജൂതന്മാരും ഒക്കെ അറബി ഭാഷ പഠിക്കുന്നത്. ഇപ്പോ സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറബി ഭാഷയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മജ്മു മലിക് സൽമാൻ അൽ ആലമി ലുഗത്തുൽ അറബിയ എന്ന് പറയുന്നത്. അവിടെ 2 മാസത്തെ അറബിക് ലാംഗ്വേജ് ഇമ്മേഴ്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിലേക്ക് ഏകദേശം 55 രാജ്യങ്ങളിലെ സ്റ്റുഡൻസ് ആണ് വന്നിരുന്നത്. അതിൽ പെട്ട ഒരാളായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഞാൻ. നമുക്ക് ഫ്രീ ആയിട്ടാണ് അവിടെ അറബി ഭാഷ പഠിപ്പിച്ചത്. അതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ 8 മാസത്തെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സ് അബുജദ് എന്ന് പറഞ്ഞൊരു കോഴ്സ് അവിടെ നടന്നിരുന്നു. അവർക്കും ഫുൾ സ്കോളർഷിപ്പ് ആയിട്ടാണ് സൗദി അറേബ്യ അറബി പഠിപ്പിക്കുന്നത്. അപ്പൊ എന്തിനാണ് അറബി പഠിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറബി ഭാഷയെ പ്രൊമോട്ട് ചെയ്യാനും അറബി കൾച്ചർ സ്പ്രെഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ചെറുപ്പം മുതലേ നമ്മൾ അറബി പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് അറബി പഠിക്കുന്നുണ്ട്. പക്ഷെ എവിടൊക്കെയോ നമുക്ക് തകരാറുണ്ട് നമ്മുടെ പഠന ശൈലിയിലോ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അൽയൂൻ അക്കാഡമി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പ് അക്കാഡമിയും. അപ്പോ അൽയൂൻ അക്കാഡമി, വി എംപവർ ദ സ്റ്റുഡന്റ് വിത്ത് ദ നോളജ് ആൻഡ് സ്കിൽ ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ്. Our mission is to deliver high quality education through innovative teaching, a supportive environment and a commitment lifelong learning. ഒരു അറബി ഭാഷ പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിയെ സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മൾ അവരെ പറഞ്ഞാക്കുക. അതുവരെ നമുക്ക് അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നെക്സ്റ്റ് ടോപ്പ് അക്കാഡമി ഞാൻ അതിൻ്റെ 2-3 കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലുണ്ട്. അവരൊക്കെ ഒരുപാട് അറബി ഭാഷയ്ക്ക് വേണ്ടി ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ, എനിക്ക് തോന്നുന്നത് ഒരു 5 ദിവസത്തെ ഒരു ട്രാൻസ്ലേഷൻ ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നത്. അപ്പോൾ അൽയൂൻ അക്കാഡമിയുമായിട്ടാണ് നെക്സ്റ്റ് ടോപ്പ് അക്കാഡമി കൊളാബ് ചെയ്ത് ട്രാൻസ്ലേഷൻ പഠിപ്പിക്കുന്നത്. അഥവാ നെക്സ്റ്റ് ടോപ്പ് അക്കാഡമിയിൽ നിന്ന് അഡ്വാൻസ്ഡ് ലെവൽ ട്രാൻസ്ലേഷൻ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ചുമതലയാണ് അൽയൂൻ അക്കാഡമിക്കുള്ളത്. അവരെ മെന്ററിങ് ചെയ്യുക, അവർക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പഠിക്കുന്ന അക്കാഡമി എന്താണ് എന്ന് നിങ്ങൾ അറിയണ്ടേ. അതുകൊണ്ടാണ് അൽയൂൻ അക്കാഡമിയെ ഞാൻ ഇങ്ങനെ പറയുന്നത്. അൽയൂൻ അക്കാഡമി ഓഫർ ചെയ്യുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് അഡ്വാൻസ്ഡ് ട്രാൻസ്ലേഷൻ കോഴ്സ്. എങ്ങനെ, കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ എൻ്റെ ശബ്ദം?
മിസ്ബാഹ് മിസ്ഹാബ് എന്തോ പറഞ്ഞോ? അത്യാവശ്യം സൗണ്ട് കുറവാണ്. ഇപ്പൊ ഓക്കെ ആണോ? അപ്പൊ കുഴപ്പമില്ല. ഓക്കെ. അപ്പോ അൽവിൻ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് ഒന്ന് അഡ്വാൻസ്ഡ് ട്രാൻസ്ലേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ട്രെയിനിങ്ങും ഇന്റേൺഷിപ്പ് പ്രോഗ്രാമും നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കോഴ്സാണ് കമ്മ്യൂണിക്കേറ്റീവ് അറബിക് കോഴ്സ് എന്ന് പറയുന്നത്. GCC കൺട്രീസിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. മൂന്നാമത്തെ ഒരു കോഴ്സ് അപ്ലൈഡ് ഗ്രാമർ കോഴ്സ്, അറബിക് ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കാറുള്ളത്. ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് 3 മാസം നീണ്ടു നിൽക്കുന്ന ചെറിയൊരു ഫീസിൽ കൊടുക്കുന്ന ഒരു കോഴ്സാണ് അപ്ലൈഡ് ഗ്രാമർ കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PG വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് അക്കാഡമിക് അറബിക് കോഴ്സ് എന്ന് പറയുന്നത്. ആ കോഴ്സ് മുഴുവനും അറബിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അൽ ജസീറ പോലെയുള്ള മീഡിയകൾ, പത്രം, ജേർണലിസം ഒക്കെ താല്പര്യമുള്ള അറബി ഭാഷ അറിയുന്ന വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി മീഡിയ അറബിക് കോഴ്സ് നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ പുതുതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് അറബിക് ലാംഗ്വേജ് കോഴ്സ്. PG കഴിഞ്ഞ കുട്ടികളെ അവർക്ക് അറബിക് കരിയറിൽ നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള TEDx പോലെയുള്ള ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് അറബിക് ലാംഗ്വേജ് കോഴ്സ് എന്ന് പറയുന്നത്. അത് PG പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ PG കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ടുള്ള ഒരു 6 മന്ത് പ്രോഗ്രാമാണ് ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് അറബിക് ലാംഗ്വേജ് കോഴ്സ്. അതിൻ്റെ ആദ്യത്തെ ബാച്ച് ഏകദേശം 1 മാസം അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി. 5 മാസം കൂടി ഉണ്ട്. ഇതാണ് ഒരു ടോട്ടലി അൽവിൻ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും 5 ദിവസത്തെ ട്രാൻസ്ലേഷൻ കോഴ്സ് പഠിക്കുകയും അതിൽ നിന്നും എന്താണ് ട്രാൻസ്ലേഷൻ കോഴ്സ്, എന്തുകൊണ്ടാണ് ഒരു അറബി അറിയുന്ന ഒരു വിദ്യാർത്ഥി ഈ ഒരു കോഴ്സ് പഠിക്കേണ്ടത്, പഠിച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുക, അതുപോലെ തന്നെ നമുക്കതിലെ ഏണിങ്സ്. ഇപ്പം എല്ലാവരും കോഴ്സ് അന്വേഷിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫീസാ ചോദിക്കുക, അല്ലാണ്ട് കോഴ്സിനെ കുറിച്ച് ആരല്ല ചോദിക്കുക, ആദ്യം ഫീസാ ചോദിക്കുക. പിന്നെ അവർ ചോദിക്കും ജോലിക്ക് നമ്മൾ കയറി എത്ര റുപ്യ കിട്ടുക. മലയാളികളുടെ കാര്യം ഞാൻ പറയും. അപ്പൊ ആദ്യം ഫീസ്, രണ്ടാമത്തെ ജോലിക്ക് കയറിയാൽ എത്ര പൈസ കിട്ടും. കോഴ്സിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാറില്ല, അല്ലെങ്കിൽ സാറേ ഇത് പഠിച്ച് നമുക്ക് വല്ല ഗുണം ഉണ്ടാവുമോ എന്ന് ആരും ചോദിക്കാറില്ല. എല്ലാവരും ആദ്യം ചോദിക്കാറുള്ളത് ഫീസാണ്. നിങ്ങളും ചിലപ്പോൾ ഫീസായിരിക്കും ആദ്യം ചോദിച്ചിട്ടുണ്ടാവുക. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കോഴ്സിനെ കുറിച്ച് ആദ്യം നന്നായി അന്വേഷിക്കും. അതുപോലെ തന്നെ അവർ സെർച്ച് ചെയ്യും, ഈ കോഴ്സ് പഠിച്ചാൽ ഞങ്ങൾക്ക് വല്ല ഉപകാരം ഉണ്ടോ. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ കോഴ്സുകൾ വരെയാണ്, പുതിയ പുതിയ അക്കാഡമികൾ വരെയാണ്. അപ്പൊ നമുക്ക് ഏത് ചൂസ് ചെയ്യണം, എവിടെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നല്ലൊരു കരിയർ തിരഞ്ഞെടുക്കുകയും ആ കരിയർ സാധ്യതകളെ കുറിച്ച് നന്നായി പഠിക്കുകയും അതിലേറ്റവും നന്നായി പഠിപ്പിക്കുന്ന കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ ഇതുപോലെയുള്ള അക്കാഡമികളോ സെലക്ട് ചെയ്ത് നമ്മൾ കോഴ്സിലേക്ക് എൻട്രി ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് നമ്മളിപ്പോൾ ഒരു 10,000 രൂപയോ 20,000 രൂപയോ ചെലവാക്കിയാലും കുഴപ്പമില്ല. കാരണം എന്താ, നമുക്ക് നന്നായിട്ട് സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഈ അറബി അറിയുന്ന സ്റ്റുഡൻസിന്റെ ഒരു വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് ഭാഷയും പഠിക്കാൻ പറ്റും, ഏത് സ്കില്ലും നന്നായി അവർക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഈ അറബി ഭാഷ പഠിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ വീക്ക്നെസ് ഉള്ളത്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ എന്നെ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. നമുക്ക് ചെറിയ രൂപത്തിൽ അറബി അറിയായിരിക്കും. അപ്പൊ നമ്മള് ആ ഒരു ഭാഷയെ അപ്രോച്ച് ചെയ്യാം, ഇത് ഇത്രയൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ ഒരു കാലഘട്ടത്തില് പറ്റൂല എന്നാണ് അതിന്റെ ആൻസർ. എങ്ങനെയെങ്കിലുമൊക്കെ അറബി അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെയും ജോലി കിട്ടാൻ പോകുന്നില്ല, നല്ല സാലറിയും കിട്ടാൻ പോകുന്നില്ല. നന്നായി അറബി ഭാഷയിൽ ഹാർഡ് വർക്ക് ചെയ്താലേ നമ്മൾ ആഗ്രഹിക്കുന്ന സാലറി പാക്കേജും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാറ്റസിലുള്ള ഒരു ജോബ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ നമ്മളൊരു ബിഗിനർ ആയിട്ട് ഇങ്ങനെ പോയി 20,000-നും 30,000-നും വീട്ടുകാരെയും ഫാമിലിയൊക്കെ ഒഴിവാക്കി ഗൾഫിൽ ജോലി ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് അറബിയിലും ഇംഗ്ലീഷിലും നന്നായി കഴിവുണ്ടാക്കിയാൽ, പ്രത്യേകിച്ച് ഈ ട്രാൻസ്ലേഷൻ മേഖലയിൽ നന്നായി കഴിവുണ്ടാക്കിയാൽ നമുക്ക് വലിയ സാധ്യതകളാണ് ഉള്ളത്. അപ്പൊ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സമയത്ത്, അഥവാ ഈ ഒരു
മേഖല തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു മേഖലയെ കുറിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ട്രാൻസ്ലേഷൻ മീൻസ് ചേഞ്ചിങ് റിട്ടേൺ ടെക്സ്റ്റ് ഫ്രം വൺ ലാംഗ്വേജ്. അതിനെയാണ് നമ്മൾ ടേംസ് ആയിട്ട് എന്തെന്ന് പറയാ സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയാം ഇൻ ടു അനദർ ലാംഗ്വേജ്. അതിന് ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറയും. സോ ദാറ്റ് ദ പീപ്പിൾ ഹു സ്പീക്ക് ദ അതർ ലാംഗ്വേജ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പൊ നമുക്ക് കയ്യിൽ കിട്ടുന്ന ഒരു ഡോക്യുമെന്റിനെ അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന ഒരു ആശയത്തിനെ നമ്മളോട് പറയപ്പെട്ട ഒരു ഭാഷയിലേക്ക് വളരെ നന്നായി വിവർത്തനം ചെയ്യുന്ന അഥവാ അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അതിനെ ട്രാൻസ്ലേഷൻ ചെയ്യപ്പെടുമ്പോഴാണ് ഇതിന് നല്ലൊരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്പ് ദ പീപ്പിൾ ഫ്രം ഡിഫറെന്റ് ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്സ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ആൻഡ് ഷെയർ ഇൻഫർമേഷൻ അക്രോസ് ദി വേൾഡ്. മനസ്സിലാവുന്നുള്ളൂ. ഇത് ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കും. ഇപ്പൊ ഞാൻ സൗദിയിൽ 2 മാസത്തെ കോഴ്സ് ചെയ്യാൻ വേണ്ടി റിയാദിൽ പോയപ്പോൾ എൻ്റെ ക്ലാസ് റൂമിൽ 22 രാജ്യങ്ങളിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ചൈനയിൽ നിന്നും, കൊറിയയിൽ നിന്നും, ഗാനയിൽ നിന്നും, കാമറൂണിൽ നിന്നും, തുർക്കിയിൽ നിന്നും, മക്ഡോണിയയിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, തായ്ലൻഡ്, ഉസ്ബെക്കിസ്ഥാന്, കസാക്കിസ്ഥാന്, അതുപോലെ തന്നെ ജോർജിയ, ക്രിസ്ത്യൻസ് കൂടുതൽ താമസിക്കുന്നതാണ് ജോർജിയ. അതിൻ്റെ തലസ്ഥാനമായിട്ടുള്ള എന്താണ് ടിബ്ലിസി, അവിടെ നിന്നുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും സംസാരിച്ച ഭാഷ എന്ന് പറയുന്നത് അറബി ഭാഷയാണ്. അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ആശയമുണ്ട്. പക്ഷെ ആശയത്തിനെ എല്ലാം ഇപ്പൊ എൻ്റെ ഒരു മലയാള ആശയത്തെ ഞാൻ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അവര് ജോർജിയയിലുള്ള ജോർജിയൻ ലാംഗ്വേജിലുള്ള ഒരു ആശയത്തിനെ അവർ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നു. ഇത് വലിയൊരു അത്ഭുതമല്ലേ? അപ്പോ ഒരു ട്രാൻസ്ലേറ്റർ ആവുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ക്വാളിറ്റി ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ്. അത് വെറും ഈ ഡോക്യുമെന്റുകളോ ഷഹാദാത്തുകളോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളോ ട്രാൻസ്ലേഷൻ ചെയ്യുക എന്നുള്ളതിലേക്ക് നമ്മൾ ഈ ഒരു മേഖലയെ പരിമിതപ്പെടുത്തേണ്ട ആവശ്യമില്ല. വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ്. വൈ യു ഷുഡ് സ്റ്റഡി അറബിക് ഇംഗ്ലീഷ് ലാംഗ്വേജ്? എന്തുകൊണ്ട് നീ ഈ ഒരു അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പഠിക്കണം എന്ന് പറയുന്നത്? ഇത് പല ആളുകൾക്കും പാഷനാണ്. അറബിക് ലാംഗ്വേജ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു പാഷനാണ്. ചിലപ്പോൾ ഒരു അറബി അറിയുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് അറിയണമെന്നില്ല, ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അറബി അറിയണമെന്നില്ല. പക്ഷെ ഇത് രണ്ടും അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എത്ര ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്കിപ്പോ അറബി അറിയാം, ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് അറിയാം, അറബി അറിയില്ല. വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇംഗ്ലീഷും അറിയാം, അറബിയും അറിയാം. നിങ്ങളെ സാധ്യത കൂടിയില്ലേ? ഇനി വേറൊരാൾ വിചാരിക്കുകയാണ് ഞാനൊരു 3 മാസം കൊണ്ട് ഫ്രഞ്ചോ സ്പാനിഷോ ജർമ്മനൊക്കെ പഠിക്കും. അദ്ദേഹത്തിന്റെ സാധ്യത ഇങ്ങനെ കൂടാണ്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ഓരോ രാജ്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് വരികയാണ്. അവരുടെ സിസ്റ്റം, അവരുടെ ട്രേഡിങ്, അല്ലെ, ഒരു രാജ്യവും മറ്റു രാജ്യം തമ്മിൽ നടത്തുന്ന ട്രേഡിങ് എല്ലാത്തിലും ചേഞ്ചസ് വരികയാണ്. അവിടെ അറബി ആവശ്യമാണ്, ഇംഗ്ലീഷ് ആവശ്യമാണ്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം, അത് GCC കൺട്രിയുമായിട്ട് ട്രേഡ് നടത്തുന്ന സമയത്ത് അവരിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഹിന്ദി, അറബി ആയിരിക്കും. ഇപ്പൊ കേരള ആണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു ആശയത്തിനെ നമ്മൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ സാധ്യതകൾ എത്രയാണുള്ളത്? അപ്പോൾ എന്തുകൊണ്ടാണ് നിർബന്ധമായിട്ടും നമ്മളിത് പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളതിന് കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടു ബിൽഡ് ദ ബ്രിഡ്ജസ് ബിറ്റ്വീൻ ദ കൾച്ചേഴ്സ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള കൾച്ചറുകൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ. ടു ടേക്ക് ദ പാർട്ട് ഇൻ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ സാധിക്കും. ടു ആക്സസ് ദ മോർ നോളജ് ആൻഡ് ഇൻഫർമേഷൻ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നോളജും ഇൻഫർമേഷനും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ടു പ്രിസർവ് ആൻഡ് ദ ഷെയർ കൾച്ചറൽ ഐഡന്റിറ്റി. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ആ ഒരു പഴമ, ഒരു കൾച്ചർ, ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരതനാട്യം, കുച്ചിപ്പിടി, അതുപോലെ തന്നെ കോൽക്കളി, അർവനമുട്ട്, അങ്ങനെ തുടങ്ങിയ നമ്മുടെ ഒരു കൾച്ചർ ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു ഹെറിറ്റേജ് കൾച്ചർ ഉണ്ട്, കേരള സ്റ്റഡീസ് ഉണ്ട്.
അതുപോലെ തന്നെ കേരളത്തിന്റെ സിവിലൈസേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയി അവതരിപ്പിക്കുമ്പോൾ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഉദാഹരണത്തിന് നമ്മുടെ ഫുഡ് കൾച്ചർ ഒരു രാജ്യത്ത് പോയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് അവർ അത്ഭുതപ്പെട്ട് നമ്മളോട് പല ഫുഡുകളെയും കുറിച്ച് ചോദിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മുടെ കൾച്ചർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഒരു ട്രാൻസ്ലേറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ ഇന്ന് ഞാൻ 2 ട്രാൻസ്ലേഷൻ കോഴ്സിനെ കുറിച്ച് സെർച്ച് ചെയ്തു. ഒന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കൈറോയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവരുടെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്, ലീഗൽ ആൻഡ് UN ട്രാൻസ്ലേഷൻ. നിങ്ങൾ കേട്ടിക്കണോ? ഹാജര കേട്ടിക്കണോ? അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് കൈറോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. ചാറ്റ് ബോക്സിലൊന്നും ഇട്. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കണ്ട. അതിന് വേണ്ടിയിട്ട് കേട്ടിട്ടില്ല. ഹിബത്തുള്ള നോ നോ നോ. ഓക്കെ, അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അമേരിക്കൻ യൂണിവേഴ്സിറ്റി, ഇന്റർനാഷണൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് കൈറോയിലുള്ളതാണ്, ഈജിപ്തിലുള്ളതാണ്. അവരുടെ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിന്റെ പേരാണ് അഡ്വാൻസ്ഡ് ട്രാൻസ്ലേഷൻ ഇൻ ലീഗൽ ആൻഡ് UN ട്രാൻസ്ലേഷൻ. അതുപോലെ തന്നെ വേറെ ഐനുഷ്യംസ് യൂണിവേഴ്സിറ്റി, ആരെങ്കിലും കേട്ടണോ? ഐനുഷ്യംസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈജിപ്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി. അവിടെയും നമുക്ക് ട്രാൻസ്ലേഷൻ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അസീം സാർ എന്തോ പറഞ്ഞോ? അപ്പോ അവിടെ പോയിട്ട് നമ്മൾ ട്രാൻസ്ലേഷൻ പഠിക്കുക. അപ്പോ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിന്റെ കൾച്ചർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ക്ലിയർ ആയില്ല. എന്താ പറഞ്ഞേ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ എന്താ? ക്ലാസ് ഓഡിബിൾ ആണോ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയും. വോയിസ് കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. എന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ട്രാൻസ്ലേഷൻ പഠിച്ചത് കൊണ്ട് നമുക്ക് കിട്ടുന്ന, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസ്ലേഷൻ പഠിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതുപോലെ തന്നെ ഫോർ അക്കാഡമിക് ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രോത്ത്, നമ്മൾ ഈ ഒരു അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അക്കാഡമിക് ആയിട്ടും എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള നല്ലൊരു ഗ്രോത്ത് നമുക്ക് ലഭിക്കും. അപ്പോൾ ഒരു അറബി അറിയുന്ന ഒരാള് കുറച്ച് കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ നന്നായി ട്രാൻസ്ലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ വലിയ സാധ്യതകളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ പല ആളുകൾക്കും ട്രാൻസ്ലേഷൻ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളൊന്നും അറിയും. അവരിങ്ങനെ പഠിക്കും,
പിന്നെ ചോദിക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടോ, എല്ലാവരും ചോദിക്കാതെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ. ഈ സർട്ടിഫിക്കറ്റിനൊക്കെ ഞാൻ എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായത് 2% അതിന് വാല്യൂ ഉള്ളൂ. ബാക്കിയൊക്കെ 98% വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലാണ്. ഇപ്പൊ അടുത്തൊരു വലിയൊരു കമ്പനിയുടെ മാനേജർ പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്ത് സ്കില്ലുള്ള കുട്ടികളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, 98% മാർക്കുണ്ട്, പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സ്കില്ലഡ് ആയിട്ടുള്ള ഒരു കുട്ടികളെയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ വേൾഡില് 2% ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ളൂ. നിങ്ങളൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ലേറ്റർ ആയിട്ട് പോകുന്ന സമയത്ത് അവർ ആദ്യം ബേസിക് ആയിട്ട് നോക്കും, നിങ്ങൾ ട്രാൻസ്ലേഷൻ കോഴ്സ് വല്ലതും ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നിങ്ങളുടെ CV ഉണ്ടാവും ഉദാഹരണത്തിന് അലീൻ അക്കാഡമിയും അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പ് അക്കാഡമിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നടത്തിയിട്ടുള്ള GCC റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്തിട്ടുണ്ട്, 2 മാസത്തെ കോഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് അതിൽ കാണിക്കും. അവരതിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കും, നമ്മൾ ജസ്റ്റ് കാണിച്ചു കൊടുക്കും. പിന്നെ നേരെ അവരെന്താ ചെയ്യാന്നറിയോ? എന്താ ചെയ്യാ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വർക്ക് ചെയ്യിപ്പിക്കും. കയ്യിലേക്ക് 2 പേജ് എടുത്തു തരും. 2 പേജ് എടുത്ത് തന്നിട്ട് പറയും, ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യെന്ന് പറയും. നിങ്ങളെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ കൊണ്ടുവന്ന മുഴുവൻ ഫയൽ അപ്പുറത്ത് വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് തീർക്കുമെന്ന് പറയും. അപ്പൊ ചെയ്തു തീർക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്പീഡ്, അതുപോലെ തന്നെ ടൈമിങ്, നിങ്ങളുടെ ട്രാൻസ്ലേഷനിൽ നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് തന്നപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, അത് ചെയ്തതിന് ശേഷം അവരത് അനലൈസ് ചെയ്യുന്ന സമയത്ത് എത്ര കൃത്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, അതാണ് നോക്കുക. സർട്ടിഫിക്കറ്റ് അപ്പുറത്തേക്ക് മാറ്റി പിന്നെ സംസാരിക്കുന്നത് നിങ്ങളുടെ സ്കില്ലായിരിക്കും. അപ്പോൾ പല ആളുകളും എന്താ പറയുക, സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട്, അത് വാല്യൂ ഉണ്ട് കാരണം നമ്മൾ ഓൾറെഡി LLP രജിസ്റ്റേർഡ് ആയിട്ടുള്ള ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള അക്കാഡമിയാണ് രണ്ടും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് എന്താണ്, സ്കില്ല് ഉണ്ടാക്കുക. ആ ഒരു ഇതിൽ ഇപ്പോൾ ട്രാൻസ്ലേഷൻ എവിടുന്ന് പഠിച്ചാലും നിങ്ങൾ സർട്ടിഫിക്കറ്റിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആ സ്കില്ല് ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ പരാമർശിച്ചിട്ടുള്ള മേഖലയിലേക്ക് നിങ്ങൾക്ക് വലിയ ജോബുകൾ ലഭിക്കും. ട്രാൻസ്ലേഷൻ സർവീസസിൽ നമുക്ക് ജോലി ലഭിക്കും, ഇന്റർപ്രിട്ടേഷനിൽ നമുക്ക് ജോലി ലഭിക്കും, മീഡിയ ആൻഡ് പബ്ലിഷിംഗ് മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിപ്ലോമസി ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നമുക്ക് വലിയ അറബി ഭാഷയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമ്മുടെ അലീൻ അക്കാഡമിയുടെ അഡ്വൈസറി ബോർഡ് മെമ്പർ ആയിട്ടുള്ള ഖുർഷിദ് എന്ന് പറയുന്ന നമ്മുടെ അക്കാഡമിക് ഡയറക്ടറിന്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം JNU എന്നാണ് PG കഴിഞ്ഞ്, പിന്നെ അദ്ദേഹം ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പോട് കൂടി അമേരിക്കയിലേക്ക് ഇന്റർപ്രിട്ടേഷൻ പഠിക്കാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം എക്സ്റ്റേണൽ മിനിസ്റ്റർ ഡോക്ടർ ജയശങ്കർ, വിദേശകാര്യമന്ത്രി ഉണ്ടല്ലോ, അവരുടെ ഡിപ്പാർട്ട്മെന്റിലാണ് ഇന്റർപ്രിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ എന്താ പറയാ, സാലറി പാക്കേജ് എന്നൊക്കെ പറഞ്ഞാല് 2 ലക്ഷത്തിന്റെ മുകളിലാണ്. നമ്മൾ ഈ ഒരു ട്രാൻസ്ലേഷൻ സ്കില്ല് നേടിയെടുക്കുന്ന സമയത്ത് ചെറിയ ലക്ഷ്യങ്ങളൊന്നുമല്ല നമ്മളെ മുന്നിൽ ഉണ്ടാവേണ്ടത്. മനസ്സിലായോ? നമ്മുടെ മുന്നിൽ വാസ്റ്റ് ആയിട്ടുള്ളൊരു വേൾഡാണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ ഒരു 400 കോടി അല്ലെങ്കിൽ ഒരു 500 കോടിന്റെ അല്ലെങ്കിൽ 1500 കോടിന്റെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പൊ നിങ്ങളെ ഒരാൾ എന്താക്കിയാണ് സൗദി അറേബ്യയിലേക്കും വ്യത്യസ്തമായിട്ടുള്ള GCC കൺട്രീസിലേക്കൊക്കെ നമ്മുടെ ഈ പ്രൊജക്റ്റിനെ നന്നായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അയക്കുകയാണ് ഗവൺമെന്റിന്റെ. അങ്ങനെ അയക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി അവർക്ക് അറിയുന്ന അറബി ഭാഷയിൽ നമ്മുടെ ആ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രൊജക്റ്റ് അവതരിപ്പിക്കുകയും അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരാന്നൊക്കെ പറയുന്ന സ്കില്ലുകൾ ആലോചിച്ച് നോക്കി. അതിനൊക്കെ നമുക്ക് കിട്ടുന്ന സാലറി പാക്കേജ് ആലോചിച്ച് നോക്കി. അപ്പൊ വെറും ഒരു ഓഫീസിലിരുന്ന് കിട്ടുന്ന ഡോക്യുമെന്റുകൾ ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുത്ത് എന്താ പറയാ, അങ്ങനെ ഒരു കരിയർ മാത്രമായിട്ട് നമ്മൾ ഈ ട്രാൻസ്ലേഷന് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. വലിയ സാധ്യതയാണ്. അതുപോലെ തന്നെ ടെക്നോളജി ആൻഡ് ലോക്കലൈസേഷൻ. ടെക്നോളജി ലോകത്ത് ഓരോ ദിവസവും ടെക്നോളജി ആയിട്ട് വരികയാണ് അല്ലേ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, AI കാലമാണ്.
അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് ലാംഗ്വേജ് പഠിക്കാനും അതുപോലെ തന്നെ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാനും ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ മേഖലയിൽ നമുക്ക് ട്രാൻസ്ലേറ്റർ ആയിട്ട് കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അത് എനിക്ക് തോന്നുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ടാണ് അതങ്ങനെ ആയത് കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ഒന്ന് കണക്ട് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ധാരണ നമ്മൾ മാറ്റിയിട്ട് എന്താ പറയാ, മാക്സിമം ഈ ഒരു സ്കില്ല് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നല്ല ഒരു എന്താ പറയാ, സാധ്യത മുന്നിൽ തുറന്നു തരും. നമ്മൾ ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെയല്ല, എങ്ങനെയെങ്കിലും നമ്മൾ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാന്ന് ചിന്തിച്ചാൽ പോരാ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു മേഖലയിൽ നല്ലൊരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ മേഖലയിലേക്കൊക്കെ നമുക്ക് നല്ലൊരു ട്രാൻസ്ലേറ്റർ ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ സ്ക്രീൻ കാണുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് പ്രതികരിക്കണേ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. നിങ്ങളെല്ലാവരും 5 ദിവസത്തെ കോഴ്സ് ചെയ്ത ആൾക്കാരാണല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അതിൽ നിന്ന് എന്താ മനസ്സിലായത്? ആരെങ്കിലും ഒന്ന് പ്രതികരിക്കും. നിങ്ങളെല്ലാവരും 5 ദിവസത്തെ കോഴ്സ് ചെയ്തതല്ലേ? 5 ദിവസത്തെ കോഴ്സ് ചെയ്തതല്ലേ? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് പറയും.
5 ദിവസത്തെ ട്രാൻസ്ലേഷൻ ചെയ്തപ്പോ എന്താണ് മനസ്സിലായത്? ജസ്റ്റ് നിങ്ങളൊരു ആശയം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പത്തിന് നമ്മുടെ സ്ക്രീന് വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നന്നായി അധ്വാനിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് അലിയൻ അക്കാഡമിയുടെ അഡ്വൈസറി ബോർഡ് മെമ്പറായിട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ ഹുസൈൻ അൽഗാലി, അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ബ്രദറായിട്ടാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, UN-ല് ഞാനിപ്പോ സീനിയർ ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വല്ല ചാൻസും വരികയാണെങ്കിൽ ഞാൻ എന്താക്കും, നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്ന അവര് എന്നോട് പറഞ്ഞു. എനിക്ക് ഒരുപാട് എന്താ പറയാ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ അയച്ചു തന്നിട്ട്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സ്കില്ല് നേടിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ സ്ലൈഡ് കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോ ഈ മേഖലയിലൊക്കെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും? വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ട്രാൻസ്ലേഷൻ പഠിച്ചാൽ എന്താ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ബ്രെയിനിനാദ്യം ഇത് പരിശീലിപ്പിക്കണം. നമുക്ക് ചെറിയൊരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ തന്നെ 35,000 മുതൽ നമുക്ക് ഈ ട്രാൻസ്ലേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ വാങ്ങാൻ വേണ്ടി സാധിക്കും. 35,000 മുതൽ. ഇപ്പൊ നമ്മളൊരു ബിഗിനർ ആയിട്ടൊക്കെ ഷാർജയിലും UAE-ലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു ബേസിക് സാലറി ആയിട്ട് നമുക്ക് തരാൻ 40,000 രൂപയാണ്. 40,000 രൂപയും അതുപോലെ തന്നെ അക്കോമഡേഷൻ സൗകര്യം നമുക്ക് തരും. ഫുഡ് നമ്മൾ കഴിക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഇങ്ങനെ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പുതിയ മേഖലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പൊ ഖത്തറിൽ കോടതി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് ഒരു 80,000 രൂപയൊക്കെയാണ്. അതിങ്ങനെ കൂടി 1 lakh ഒക്കെ ആവും. മീഡിയയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 lakhന്റെ അടുത്ത് നമുക്ക് സാലറി ഉണ്ടാവും. എംബസികളിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷത്തിന്റെ അടുത്തൊക്കെ നമുക്ക് സാലറി ഇങ്ങനെ അതിന്റെ ഇൻക്രിമെന്റ് ഇങ്ങനെ കൂടി 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 വരും. അപ്പോൾ പ്രത്യേകിച്ച് GCC കൺട്രീസിലെ എംബസികളിൽ, ഇപ്പൊ ഞാൻ സൗദിയിൽ പോയ സമയത്ത് ഇന്ത്യൻ എംബസി വിസിറ്റ് ചെയ്തിരുന്നു. അവിടെ ഏകദേശം 21 മലയാളികളുണ്ട് സൗദി ഇന്ത്യൻ എംബസിയിലൊക്കെ. അവരുടെയൊക്കെ ഏറ്റവും ക്വാളിറ്റി എന്ന് പറയുന്നത് അവർക്ക് അറബിയും ഇംഗ്ലീഷും നന്നായി അറിയാന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും ആ ഒരു ഭാഷയുടെ സാധ്യതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോഴും നമ്മുടെ കയ്യിലുള്ള ആ ഒരു ചെറിയ കുറച്ച് പദങ്ങൾ ഉണ്ടാവും, അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. പക്ഷെ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി പഠിക്കുകയും ഇതിന്റെ സാധ്യത മനസ്സിലാക്കി ഹാർഡ് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് വെറും 3,000 രൂപക്കാണ്. 500 രൂപ അഡ്മിഷൻ ഫീസും അതുപോലെ തന്നെ ബാക്കി 2,500 കോഴ്സ് ഫീസും ആണ് നമ്മൾ ഇതിൽ വാങ്ങുന്നത്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്തിനാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ പല ആളുകളും പേയ്മെന്റ് തന്ന് കോഴ്സിൽ ചേരുകയും പിന്നെ മുഴുവൻ അവർക്ക് തിരക്കായിരിക്കും. അങ്ങനെ തിരക്കാവുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല രൂപത്തിലുള്ള ഒരു സ്കില്ല് ആ ഒരു കോഴ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതാണ് പലരും പരാജയപ്പെടുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കോഴ്സിലൂടെ എന്താണ് അലിയൻ അക്കാഡമിയും നെക്സ്റ്റ് ടോപ്പ് അക്കാഡമിയും കൂടി നിങ്ങൾക്ക് തരുന്ന അഡ്വാൻസ്ഡ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, നമ്മൾ 2 മാസത്തെ GCC റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റുകളാണ് പഠിപ്പിക്കുക. 4 റെക്കോർഡ് ക്ലാസ്സുകളാണ് ഓരോ വീക്കിലും ഉണ്ടാവുക. ഒരു ലൈവ് സെഷന് ഒരു വീക്കിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഡെയിലി വർക്ക്ഷീറ്റ് ഉണ്ടാവും. മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെറും ഇങ്ങനെ കായികകൾ പഠിച്ചിട്ട് റൂള് പഠിച്ചിട്ട് പോയാൽ പോരാ, നന്നായി പണിയെടുക്കണം.
നമ്മള് പല്ലുവിൻ അക്കാഡമി മാത്രമായിട്ട് ചെയ്യുന്ന കോഴ്സിലൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ പറയും നിങ്ങളുടെ ഫീസ് ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ പൈസ തന്ന് നിങ്ങളിൽ റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് മറ്റൊരോട് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോളി എന്നാ പറയാം. അത് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നന്നായി പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, എൻ്റെ കരിയർ എനിക്ക് ബൂസ്റ്റ് ചെയ്യണം, ഇങ്ങനൊന്നും ആയാൽ പോരാ, നല്ലൊരു നിലയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് ധാരാളമാണ്. മനസ്സിലായോ? ഇതിന് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു അറബി ഇംഗ്ലീഷും പിന്നെ ക്ഷമയും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയും നമുക്ക് ഉണ്ടായാൽ മതിയാവും. ഇങ്ങനെ നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസുകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ടെക്നിക്സുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കും. കൾച്ചറൽ കോണ്ടെക്സ്റ്റുകൾ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓരോ മേഖലയിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വെക്കാബുലറീസ് നിങ്ങളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ചെയ്യുക എന്നുള്ള ടെക്നോളജി ഇന്റഗ്രേഷൻ നിങ്ങളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ എത്തിക്കൽ കോൺസെൻട്രേഷൻ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലൈവ് സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഹാജറയും അതുപോലെ തന്നെ ഹിബയും. അപ്പോൾ ഹാജറ നമ്മുടെ കോഴ്സ് പഠിച്ചിട്ട് എന്തായാലും ട്രാൻസ്ലേറ്ററായി. ഹിബയാണ് ഹാജറയുടെ ക്ലയന്റ് എന്ന് വിചാരിക്കാം. ഹിബക്ക് എന്തോ ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്. ആ ഒരു ഇഷ്യൂ ഇംഗ്ലീഷിലാണ് അത് ഡോക്യുമെന്റ് ഉള്ളത്. അത് GCC കൺട്രീസിലേക്ക് അയക്കണം. അവിടുത്തെ എംബസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഹാജറാക്ക് ഹിബ അത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി തരുമ്പോൾ ഹാജറിന്റെ ഒരു ഫ്രണ്ടാണ് ആര്, റൈഹാന. അപ്പൊ അതുപോലെ തന്നെ ഹിബന്റെയും ഫ്രണ്ടാണ് റൈഹാന. അപ്പൊ ഹിബന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സാധനം ഹാജർക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി തന്നതിലുണ്ട്. അപ്പൊ സ്വകാര്യമായിട്ട് ഹാജറ റൈഹാനക്ക് വിളിച്ചിട്ട് ഓൾ ഇങ്ങനെ തന്നെ കാര്യങ്ങളുണ്ട്, ഞാനാണ് ആ ട്രാൻസ്ലേഷൻ ചെയ്തു കൊടുത്ത ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് അവളുടെ നെഗറ്റീവ് സൈഡിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. അതിനാണ് എത്തിക്കൽ കോൺസെൻട്രേഷൻ ഒരു ട്രാൻസ്ലേറ്റർക്ക് വേണമെന്ന് പറയുന്നത്. മനസ്സിലായി? അതിന്റെ മീനിങ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം. നമ്മളെപ്പോഴും ഒരു അമീനായിരിക്കണം, വിശ്വസ്തതയുള്ള ആളായിരിക്കണം. അത് നമ്മുടെ അതിനെ നമ്മൾ തർജുമ പഠിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് അൽ അഖ്ലാഖിയാത്ത് വസിക അൽ ഖവീം എന്നാ പറയാ. ഒരാളുടെ എന്താ പറയുക നെഗറ്റീവ് സൈഡിനെ മറ്റുള്ളവർക്ക് നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. ഭാഷാപരമായിട്ടുള്ള അതുപോലെ തന്നെ ഭാഷാപരമായിട്ടുള്ള നെഗറ്റീവും നമ്മുടെ ട്രാൻസ്ലേഷനിൽ വരാൻ പാടില്ല. അപ്പോൾ ഈ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ദൗത്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു ക്ലയൻറ്റും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇത് എന്ന് പറയുന്നത് വളരെ ക്ഷമയോടുകൂടെ ഓരോ ദിവസവും ക്ഷമയോടുകൂടെ ചെറിയ ചെറിയ സെന്റൻസുകൾ ട്രാൻസ്ലേഷൻ ചെയ്ത് ഒരുപക്ഷെ ഒരു വർഷമൊക്കെ എടുത്തേക്കാം. 2 മാസം കൊണ്ട് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു 60% ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും. ബാക്കി 40% ഇമ്പ്രൂവ്മെന്റ് ആ കോഴ്സ് കഴിഞ്ഞതിന്റെ ശേഷമുള്ള ട്രെയിനിങ് സെഷനിലൂടെയും ഇന്റേൺഷിപ്പ് സെഷനിലൂടെയൊക്കെ നമുക്ക് ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? പല്ലുവിൻ അക്കാഡമി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത് 3000 രൂപയുടെ പാക്കേജാണ്. 500 രൂപ അഡ്മിഷൻ ഫീസും 2500 രൂപ കോഴ്സ് ഫീസും ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ 2 മാസത്തെ GCC റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റും 1.5 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് അതിലുള്ളത്. ഈ ഒരു കാലയളവിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുകയും എല്ലാ വർക്ക്ഷീറ്റുകളും, അപ്പൊ ഏകദേശം നിങ്ങൾ 2 മാസം കഴിയുമ്പോൾ 40 വർക്ക്ഷീറ്റുകൾ ചെയ്യാനുണ്ടാവും. 40 വർക്ക്ഷീറ്റുകളും ഏകദേശം 36ഓളം വരുന്ന ലൈവ് സെഷൻസുകൾ ഉണ്ടാവും. അപ്പൊ 40 + 36 അത്രയും ഡോക്യുമെന്റ് നിങ്ങൾ പരിചയപ്പെടും. അതിൽ വരുന്ന പദങ്ങള്, ഇസ്തിലാഹാത്തുകള്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറീസ് അതൊക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഞങ്ങളൊക്കെ PG പഠിക്കുന്ന സമയത്ത് ഫറൂഖ് കോളേജിലുള്ള അലീനോഫുൽ സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ട്രാൻസ്ലേറ്ററെ സംബന്ധിച്ചിടത്തോളം 2 കൊട്ട അവനക്ക് ഉണ്ടാവണമെന്ന് പറയും. ഒരു കൊട്ടയിൽ അറബിക് ലാംഗ്വേജും ഒരു കൊട്ടയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജും. ആവശ്യാനുസരണം ആ 2 കൊട്ടയിൽ നമ്മൾ ഇങ്ങനെ വേർഡ് എടുക്കുക, അത് ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ അവിടെ ചിലപ്പോൾ നമ്മൾ ഗുഡ് ട്രാൻസ്ലേഷൻ ബാഡ് ട്രാൻസ്ലേഷൻ എന്ന് അളക്കേണ്ട ആവശ്യമില്ല.
പക്ഷെ നമുക്കിതിൽ എക്സ്പേർട്ട് ആവണമെങ്കിൽ നന്നായി പണിയെടുക്കണം. അപ്പോൾ നന്നായി എക്സ്പേർട്ട് ആയിട്ട് ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്, ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. രണ്ടാൾ ട്രാൻസ്ലേഷൻ ചെയ്താലും അതിന്റെ ഗുണം അതിൽ കാണുമല്ലോ. ഒരു ബിഗിനർ ആയിട്ട് ആള് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും എക്സ്പേർട്ടും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആള് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മാറ്റാണ് ട്രാൻസ്ലേഷനിൽ ഉണ്ടാവില്ല. അത് ഗുഡ് ട്രാൻസ്ലേഷൻ ബാഡ് ട്രാൻസ്ലേഷനും നമ്മൾ അളക്കേണ്ട ആവശ്യമില്ല എന്ന് ഗുരുക്കന്മാരൊക്കെ പറയാറുണ്ട്. ഇത് പിന്നെ നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് അല്യൂൺ അക്കാഡമി ആണല്ലോ. നെക്സ്റ്റ് ടോപ്പ് അക്കാഡമിയും അല്യൂൺ അക്കാഡമിയാണ് ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അല്യൂൺ അക്കാഡമി ഏകദേശം 15ഓളം ബാച്ചുകൾ പെൺകുട്ടികൾക്കായിട്ട് നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ 4 ബാച്ചുകൾ ആൺകുട്ടികൾക്കായിട്ട് ചെയ്തു. അതുപോലെ തന്നെ പല വുമൻസ് കോളേജുകളുടെയും ട്രാൻസ്ലേഷൻ കോഴ്സ് നമ്മളാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള കൊളാബറേഷൻസും ഒക്കെ നമ്മൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ GCC റിലേറ്റഡ് ആയിട്ടുള്ള PRO സർവീസുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ട്രാൻസ്ലേഷൻ കോഴ്സുകളൊക്കെ കൊടുക്കാറുണ്ട്. ഇത് നിങ്ങൾ പഠിച്ച നെക്സ്റ്റ് ടോപ്പ് അക്കാഡമിയുമായിട്ട് കൊളാബ് ചെയ്ത് ചെയ്യുന്ന പ്രോഗ്രാം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീസിൽ നമ്മൾ തരുന്നത്. നിങ്ങൾ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ 2 അക്കാഡമിക്കും നല്ല റിസൾട്ടും നല്ല റിസോഴ്സ് ആയിട്ടുള്ള കുട്ടികളെ കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല രൂപത്തിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്യൂൺ അക്കാഡമി ആയതുകൊണ്ട് ആ അക്കാഡമിയുടെ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റ്സുകൾ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇന്റേൺഷിപ്പ് കിട്ടിയവരും പ്ലേസ്മെന്റ് കിട്ടിയവരുടെ ഒക്കെ ഫോട്ടോസാണ്. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല പഠിച്ചത്, ഹിന്ദുക്കളൊക്കെ പഠിക്കാറുണ്ട്. നമ്മളെക്കാളും നല്ല ഉഷാറായിട്ട് ഗ്രാമറും അതുപോലെ തന്നെ ട്രാൻസ്ലേഷനൊക്കെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളൊക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ അത് അറബി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം ഭാഷയാണ് എന്ന് ഉള്ള കോൺസെപ്റ്റ് ഒക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. പല ഹിന്ദു ഫാമിലീസും GCC കൺട്രീസിലൊക്കെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് സ്പോക്കൺ അറബിക് കോഴ്സുകൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഞാൻ ഒരുപാട് ഹിന്ദുക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രാൻസ്ലേഷനും അവർ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഡിപ്ലോമാറ്റിക് ഭാഷയാണ്. അറബി എന്ന് പറയുന്നത് വെറും ഖുർആന്റെ ഭാഷയായിട്ട് മുസ്ലിങ്ങളുടെ ഭാഷയായിട്ടൊന്നും നമ്മൾ ചുരുക്കേണ്ടത്. ഇതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഭാഷയായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതിയാവും. ഓക്കെ, ഇത് ആൺകുട്ടികളുടെ ഇന്റേൺഷിപ്പ് റിലേറ്റഡ് ആയിട്ട് അവർക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സ് ആണ്. അതുപോലെ തന്നെ അവരൊക്കെ ഒരു ഔട്ട് പോസ്റ്റ് ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ പല ആളുകളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് അടച്ച ഫീസൊക്കെ 2-3 വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് കിട്ടാറുമുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് ട്രെയിനിങ് പ്രോഗ്രാം 2 മാസത്തെ കോഴ്സ് പൂർത്തിയാക്കുക, ട്രെയിനിങ് പ്രോഗ്രാം പൂർത്തിയാക്കുക, ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുക. അപ്പൊ ഏകദേശം നമ്മളെ മുന്നിൽ ഒരു 6 മാസത്തോളൊക്കെ പിടിക്കും. ക്ഷമിക്കുക, മലയാളികൾക്ക് ഇല്ലാത്തൊരു സാധനമാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. അവരിന്ന് ജോയിൻ ചെയ്ത നാളെ 1.5 ലക്ഷം റുപ്യന്റെ സാലറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് നമ്മുടെ ജീനിലുള്ളതാണ്. പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള അക്കാഡമിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ നെഗറ്റീവ് ആയിട്ടുള്ള അഥവാ ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ലാത്ത മൈൻഡ് സെറ്റിനെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഓരോ ഹാബിറ്റും നമ്മൾ ഇതുവരെ കൊണ്ടു നടന്ന ഒരുപാട് ഹാബിറ്റുകൾ നമ്മുടെ സ്കില്ലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഹാബിറ്റുകൾ ഉണ്ടാവും. അതിനൊക്കെ ഒന്ന് ഓൺ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് എന്താ പറയാ ഒരു മെന്ററിങ് രൂപത്തിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ പിന്നെ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഒന്ന് അല്യൂൺ അക്കാഡമിയുടെ നിങ്ങൾ കോഴ്സ് പൂർത്തിയാക്കിയതിനുള്ള ഒരു സർട്ടിഫിക്കറ്റും ഇന്റേൺഷിപ്പിലേക്ക് ഇതിൽ നിന്നും സെലക്റ്റഡ് ആവുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പുറത്തുള്ളത്. അപ്പൊ 2 സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്ക് 6 മാസത്തെ ഈ ഒരു ജേണിയിൽ, 6 മാസം എന്ന് പറയുമ്പോൾ 2 മാസത്തെ GCC റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ കോഴ്സ്, അതിനുശേഷം 1.5 മാസം ഫ്രീ ട്രെയിനിങ്. ആ ഒരു കാലയളവ് വരെ നന്നായി ക്ഷമയോടുകൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്കൊക്കെ പൂർത്തീകരിച്ച ആളുകൾക്ക് ഇന്റേൺഷിപ്പിലേക്കുള്ള ഒരു അവസരം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് GCC കൺട്രീസിൽ
കൂടുതലായിട്ട് വരുന്ന ഡോക്യുമെന്റുകളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് അവര് നമുക്ക് ഡയറക്റ്റ് അയച്ചു തരുന്ന കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളാണ്. അത് നമ്മൾ ആർക്കും ഷെയർ ചെയ്യപ്പെടാനോ, നമ്മൾ ഒരു ക്ലാസ്സും ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ അതിൽ മാസ്റ്റർ ചെയ്യുക, നിങ്ങൾ ഓരോ ദിവസവും അപ്ഡേറ്റഡ് ആയിരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മളൊക്കെ അറബി അറിയുന്ന ആളുകളാണ്, പക്ഷെ എത്രത്തോളം നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്താം. ഈ ഭാഷയിൽ വലിയ സ്വപ്നങ്ങൾ കാണുകയും അതിലേക്ക് എത്താൻ വേണ്ടി ഡെയിലി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അറബി പത്രങ്ങൾ വായിക്കുക, അറബി പോഡ്കാസ്റ്റുകൾ വായിക്കുക. ഗ്രാമർ അറിയാത്ത ആളുകളാണെങ്കിൽ ഗ്രാമർ എത്രയോ യൂട്യൂബ് ചാനലുകളില്ലേ, അതൊക്കെ കേൾക്കുക. ഇത് എവിടെ പ്രശ്നം വരാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു സ്കില്ല് ഉണ്ടാക്കിയിട്ട് നമുക്ക് എവിടെയും സഞ്ചരിക്കാൻ കഴിയില്ല, എവിടെയും ജോലി കിട്ടൂല. കാരണം ഇപ്പോഴത്തെ വേൾഡ് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേൾഡാണ്. ടെക്നോളജി അറിയുന്ന ആളുകൾക്ക് നന്നായി ഷെയിൻ ചെയ്യാൻ പറ്റുന്ന, അപ്പൊ ഒരു അറബി അറിയുന്ന ഒരാൾക്ക് ടെക്നോളജിയും അറിയില്ല, ഒരു ഭാഷയും അറിയില്ല, ഒരു സ്കില്ലും അറിയില്ല, വേർഡ് ഉപയോഗിക്കാൻ അറിയില്ല, എക്സൽ ഉപയോഗിക്കാൻ അറിയില്ല, ചാറ്റ് GPT നല്ല പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നടത്തിയിട്ട് ഉപയോഗിക്കാൻ അറിയില്ല. ഇനിയിപ്പോൾ ട്രാൻസ്ലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മൾ കാറ്റ് ടൂളുകൾ എന്താണെന്നൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരും. അതുപോലെ തന്നെ AI ഏതൊക്കെ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പ്രോസസ്സൊക്കെ ഈസി ആക്കുക എന്നുള്ളത് അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ വരും. നിങ്ങൾക്ക് ഗസ്റ്റുകൾ നിങ്ങളെ കൂടെ സംസാരിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ വലിയ സ്വപ്നങ്ങൾ കണ്ട്, ഇതൊരു ചെറിയൊരു ഏരിയ അല്ല, മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ അല്ലയോനും നെക്സ്റ്റ് ടോപ്പ് അക്കാഡമിയും ഞാൻ അങ്ങനെ എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ വലിയൊരു വിശാലമായ ലോകമാണ് കാണുന്നത് മുന്നിൽ. നിങ്ങൾ എവിടെ പഠിച്ചാലും പല്ലിയൂരിൽ തന്നെ പഠിക്കണം എന്നൊന്നുമില്ല, അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പ് അക്കാഡമിയിൽ തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ എവിടെ പഠിച്ചാലും വലിയ സ്വപ്നങ്ങളുള്ളവരായിട്ട് മാറണം. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഇത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളും പ്രോഗ്രാമുകളും സർട്ടിഫിക്കറ്റുകളും അച്ചീവ്മെന്റ്സ് ഒക്കെ ഞങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിൽ അക്കാഡമിയിൽ നിങ്ങൾ അഡ്വാൻസ് ട്രാൻസ്ലേഷൻ കോഴ്സ് പഠിച്ചാൽ അവസരങ്ങളൊക്കെ ഉണ്ടാവും. അത്ര മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ അവസരങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും, ഇപ്പോ ഇൻഷാല്ല നമ്മുടെ നെക്സ്റ്റ് ടോപ്പ് അക്കാഡമിയുടെ കോഴ്സ് നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ജൂലൈയിലാണ്, ജൂലൈ ഫസ്റ്റിലൊക്കെ. അപ്പോൾ ഇന്ന് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞാൽ കിടന്നുറങ്ങല്ലേ വേണ്ടി, പിന്നെന്താ വേണ്ടി, ജസ്റ്റ് ഒരു ചെറിയൊരു നോട്ട് പാഡൊക്കെ എടുത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് ഇങ്ങനെ നോക്കുക, എൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് എവിടൊക്കെയാണ് ആ ഒരു ടൈം പീരീഡ്, ഏകദേശം ഒരു 15 ദിവസമൊക്കെ സമയമുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നന്നായിട്ട് അറബി കേൾക്കുക. അറബി ന്യൂസുകളൊക്കെ അൽ ജസീറ നെറ്റ്, അൽ ജസീറ മുബാഷിറ, അതുപോലെ തന്നെ CNN, അൽ അറബിയ തുടങ്ങിയിട്ടുള്ള അറബിക് ന്യൂസ് ചാനലുകളൊക്കെ കേൾക്കുക, ന്യൂസുകൾ വായിക്കുക, ഹിന്ദു ജസ്റ്റ് ഇങ്ങനെ വായിച്ചു തുടങ്ങുക. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ നാളെ തന്നെ തുടങ്ങാം. ഇംഗ്ലീഷിലും അറബിയിലുള്ള എന്താ പറയുക പോഡ്കാസ്റ്റുകൾ കേൾക്കുക. എന്നിട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു ദിവസം ഒരു 10 പദങ്ങൾ പഠിക്കുക. നിങ്ങൾ അക്കാഡമിയിൽ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പദങ്ങൾ ആസിം സാറൊക്കെ അയച്ചു തരാറുണ്ടല്ലോ, അപ്പൊ അത് കേൾക്കുക. സാറിൻ്റെ തന്നെ ഒരുപാട് ട്രാൻസ്ലേഷൻ ക്ലാസ്സുകളൊക്കെ ചെറിയ ഓഡിയോകളൊക്കെ വരാറുണ്ട്, അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അതിലുള്ള പദങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ സാറ് അയച്ചിരുന്ന എന്താ പറയുക ഗ്രാമറിന്റെ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അത് കേൾക്കുക, ന്യൂസ് പേപ്പറുകൾ വായിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് എന്താ പറയാ ഷെയിൻ ചെയ്യാനും ഈ മേഖല പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാവുന്നതാണ്. ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, വോയിസ് ആയിട്ടും നിങ്ങൾ നമ്മുടെ സെഷനിൽ ഏകദേശം 25ഓളം സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ?
പലരുടെയും പേരൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും എല്ലാരും അസ്സലാമലൈക്കും. ഹലോ, വലൈക്കും അസ്സലാം. ഞാന് ഉബൈദാണ്, ഉബൈദ് ബിൻ അബ്ദുറഹ്മാൻ, കൊല്ലം ആയൂർ കൊട്ടാരക്കര. കൊല്ലത്തുനിന്ന് അല്ലേ? പറയും. അതെ അതെ. നിങ്ങളുടെ ഈ ബേസിക് ട്രാൻസ്ലേഷൻ കോഴ്സ് അതിന്റെ 5 ക്ലാസ്സുകളും ശ്രദ്ധിച്ചിരുന്നു. അതിന് ഹോംവർക്കും ചെയ്തു. പിന്നെ അതിന്റെ ആൻസർ സാർക്ക് അറേഞ്ച് ചെയ്തു. അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും നമ്മൾ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് കടന്നു വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അറബി സ്കില്ല് ഉണ്ടായ ഉസ്താദുമാര് തന്നെ ഇതിലേക്ക് കടന്നു വരാത്ത കാരണം അവർക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അവരെ അടിസ്ഥാനപരമായിട്ട് ഇംഗ്ലീഷ് ഗ്രാമറിലൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഉസ്താദുമാര് ഈ അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കണം. ഹലോ 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 കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു SSLC വിദ്യാർത്ഥിയാണ്. പക്ഷെ SSLC തന്നെ ഞാൻ ഡിഗ്രി എടുത്ത് ദർസി രംഗത്ത് നഹവിലൊക്കെ നല്ല കഴിവുണ്ട്. ഡിഗ്രി എടുത്ത് കഴിഞ്ഞതിന് ശേഷം SSLC നമുക്ക് എഴുതിയെടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ദുഃഖബോധത്താല് ഒരു 38ാമത്തെ വയസ്സിലാണ് SSLC എഴുതിയെടുത്തത്. അതിനുശേഷം ഈ അടുത്ത സമയത്ത് ഒരു ഉസ്താദിന്റെ ഒരു കോഴ്സ് ഇംഗ്ലീഷില് ഗ്രാമർ പഠിപ്പിച്ചു തുടങ്ങുന്ന. പക്ഷെ അത് പഠിച്ചതിന് ശേഷമാണ്, അത് 2 മാസത്തെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അത് തുച്ഛമായ ഫീ നൽകിയാണ് പഠിച്ചത്. പക്ഷെ അതിലൂടെ കുറച്ച് കഴിവുണ്ടായി. എന്താണ് ഈ സിമ്പിൾ പ്രസന്റ്, അതുപോലെ തന്നെ പാസീവ് വോയിസ്, പിന്നെ അതുപോലെ ഈ പാർട്സ് ഓഫ് സ്പീച്ച്. ഇതിങ്ങനെ പഠിച്ചില്ലെങ്കിൽ ഈ അറിയാൻ SSLC മാത്രം കഴിവുള്ള ഒരാൾ ഇതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രാമറൊക്കെ അവർക്ക് അറിയണമെന്നില്ല. പക്ഷെ ഇതിനും കൂടി ഒരു സ്കില്ല് കൊടുത്തുകൊണ്ടുള്ള ഈ പഠിപ്പീരാകുമ്പോഴാണ്, ടീച്ചിങ് ആകുമ്പോഴാണ് കൂടുതൽ സ്റ്റുഡന്റ് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ സാറിന്? ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും ഈ ബേസിക് ക്ലാസിന്റെ ചില ക്ലാസ്സുകള് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചില വേർഡുകൾ മനസ്സിലാക്കാതെ പറ്റും. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ ചെന്ന് അവിടുന്ന് ഓരോ വേർഡ് എടുത്ത് അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചൊക്കെയാണ് ഞാൻ ഹോംവർക്ക് തയ്യാറാക്കിയിട്ടത്, മനസ്സിലാക്കിയിട്ട്. അത് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. പക്ഷെ അതും കൂടി ഒന്ന് മനസ്സിലാക്കി തന്ന് പോയിരുന്നെങ്കിൽ വളരെ പ്രയോജനമായിരുന്നു. ഇത് നമ്മൾ ഒരു ക്വാളിഫൈഡ് ആയ വ്യക്തിക്ക് അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആയിപ്പോയി. ഓക്കെ. ഇതില് എവിടെ പ്രശ്നം വരാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഒന്ന് നമ്മളെ 2ാമത്തെ ലൈവ് സെഷൻ, അഥവാ ഈ ഒരു കോഴ്സിന്റെ 2ാമത്തെ ലൈവ് സെഷൻ നമ്മൾ പഠിക്കുക എങ്ങനെയാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലൈവ് സെഷൻ നിങ്ങൾക്ക് വരാനുണ്ട്. അപ്പൊ അതിലൂടെ അത് പഠിപ്പിക്കും, ആ ലൈവ് സെഷനിലൂടെ പഠിപ്പിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സെൽഫായിട്ട് ഇപ്പോൾ ഒരു അക്കാഡമിക്ക് എല്ലാ നിലക്കുള്ള സ്കില്ല് ചിലപ്പോൾ നമുക്ക് തരാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ പലതും എന്താ പറയാ, സ്വന്തമായിട്ടാണ് പഠിച്ചെടുത്തെന്ന് പറഞ്ഞു. അത് വലിയൊരു ക്വാളിറ്റിയാണ് അല്ലേ? അത് വലിയൊരു ക്വാളിറ്റിയാണ്. ഒരു അക്കാഡമി അതിന്റെ സിലബസ് അനുസരിച്ച്, ഇപ്പോൾ അല്യൂൺ അക്കാഡമി ആണെങ്കിലും അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പ് അക്കാഡമി ആണെങ്കിലും അവര് വളരെ കൃത്യമായി തയ്യാറാക്കിയ ഒരു സിലബസിലൂടെ ആയിരിക്കും പോവുക. അപ്പോൾ 20 ആൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 20 ആളും 20 ലെവലായിരിക്കും ഉണ്ടാവുക അല്ലേ? അതിലാർക്കും തർക്കമില്ലല്ലോ. 20 ആളുകളുടെയും ഭാഷാപരമായിട്ടുള്ള സ്കില്ല്. ഇന്നലെ ഞാനൊരു ലൈവ് സെഷൻ എടുത്തപ്പോൾ അതിൽ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അത് ദക്കാ ഉല്ലു അവി എന്നാണ് അതിന്റെ പ്രയോഗം. അത് ദക്കാ ഉല്ലു അവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അള്ളാഹു ഒരാൾക്ക് ജന്മനാൽ ലിംഗ്വിസ്റ്റിക് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ടാവും. അയാൾക്ക് ഏത് ഭാഷയും സാവകാശം പഠിക്കാം, പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് അങ്ങനത്തെ ഒരു സുഹൃത്തുണ്ട്. ചില ആളുകള് കുറേ കഷ്ടപ്പെട്ടാലേ ഭാഷ കിട്ടുള്ളൂ.
പക്ഷെ ഒരു ട്രാൻസ്ലേറ്ററെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് മികവ് പുലർത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഈ ഒരു മേഖലയിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ്, ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളാണ് ഉള്ളത്? ചുരുങ്ങിയത് ഒരു 143 കോടി ജനങ്ങൾ, അല്ലേ? അപ്പൊ ഒരു ട്രാൻസ്ലേറ്റർ, ഇപ്പൊ നമ്മൾ മലയാളിയായിട്ടുള്ള ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് 140 കോടി ജനങ്ങളുടെ പാസ്പോർട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തൂടെ? രസമുണ്ടോ? അതെങ്ങനെ നമുക്ക് കിട്ടി? ഒന്ന് നമ്മൾ പഠിച്ചെടുത്തു, മറ്റൊന്ന് പ്രാക്ടീസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മളൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ചെയ്തു. പിറ്റേ ദിവസം നിങ്ങളുടെ മേശപ്പുറത്ത് വരുന്നത് ഉദാഹരണത്തിന് കാനഡയിൽ നിന്നുള്ള ഒരു ജനന സർട്ടിഫിക്കറ്റ് ആണെന്ന് വിചാരിക്കാം. പക്ഷെ അവിടെ ആ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ സർട്ടിഫിക്കറ്റ് ചെയ്തത് ഏതാണ്? കേരളത്തിന്റെ അല്ലേ? പക്ഷെ പുതിയ കാനഡ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് 20 പദങ്ങളൊക്കെ അതിൽ ആഡ് ആയിട്ട് വരുള്ളൂ. ബാക്കിയൊക്കെ കോമൺ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് കുറച്ച് ശ്രദ്ധ കൊടുത്ത് സ്വയം ഒരു എന്താ പറയാ നേടിയെടുക്കേണ്ട, അഥവാ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് അതിന് ഞങ്ങൾ പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറെ അഡ്വർടൈസ്മെന്റുകൾ കാണും, പരസ്യങ്ങളൊക്കെ കാണൂലേ? അതൊക്കെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ബ്രെയിന് കൊണ്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ബസ്സിലിരിക്കുന്ന സമയത്ത് ബസ്സിന്റെ മുന്നിലത്തെ സീറ്റിൽ ചിലപ്പോൾ പരസ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെ? ജസ്റ്റ് നമ്മൾ അതിങ്ങനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. ഇനി ഏതെങ്കിലും പദം കിട്ടാത്തതുണ്ടെങ്കിൽ നമ്മുടെ ഒരു ട്രാൻസ്ലേറ്ററെ സംബന്ധിച്ചിടത്തോളം 2-3 ഡിക്ഷണറികൾ എന്തായാലും അവന്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കണം, പ്ലേ സ്റ്റോറിൽ നിന്ന് പോയിട്ട്. കാരണം എന്താ, ഒരു ഡിക്ഷണറിയിൽ ഒരു പദം കിട്ടിയില്ലെങ്കിൽ അടുത്ത ഡിക്ഷണറിയിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ലിംഗ്വിസ്റ്റിക് കപ്പാസിറ്റി, ലിംഗ്വിസ്റ്റിക് സ്ട്രെങ്ത്നെസ് നേടിയെടുക്കണം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ എന്താ പറയാ ആ ഒരു ഗ്രോത്ത് നമുക്ക് സ്വയം അനുഭവിക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഗ്രാമർ ഒന്നും അറിയില്ല. അപ്പൊ ഗ്രാമർ അറിയാത്ത ആളുകൾ എന്താക്കണം, ഈ ഒരു കോഴ്സിന്റെ കൂടെ സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അത് നമ്മൾ ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പഠിക്കുമ്പോൾ തന്നെ വെർബൽ ആയിട്ടുള്ള ജുംല എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇസ്മി ആയിട്ടുള്ള ജുംല എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ അതിൽ നിന്ന് പഠിക്കും. മനസ്സിലായോ? ഓരോ ഭാഷക്കും അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ മലയാള ഭാഷയില് ഞാൻ ടി വി കണ്ടു എന്നാ പറയാ, അല്ലെ? ഞാൻ ടി വി കണ്ടു എന്നാ പറയാ. അപ്പൊ ഞാൻ എന്നുള്ളത് അവിടെ സബ്ജക്റ്റ്, ടി വി എന്നുള്ളത് ഒബ്ജക്റ്റ്, കണ്ടു എന്നുള്ളത് വെർബാണ്, അല്ലെ? ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ വാച്ച് ടി വി, അങ്ങനല്ലേ? ഐ വാച്ച് ടി വി. അവിടെ ഐ എന്നുള്ളത് സബ്ജക്റ്റ് വന്നു, സെക്കൻഡ് വന്നത് വെർബാണ്, തേർഡ് വന്നത് ഒബ്ജക്റ്റ് ആണ്. നേരെ നമ്മൾ അറബിയിലേക്ക് പോയി നോക്കാം. ഷാഹത്തു, ഷാഹത്തു അത്തിൽഫീസിയൂൻ. ആദ്യം വന്നത് വെർബ്, സെക്കൻഡ് വന്നത് സബ്ജക്റ്റ്, തിൽഫീസിയു എന്നുള്ളത് ഒബ്ജക്റ്റ്. 3 ഭാഷയുടെയും സെന്റൻസ് സ്ട്രക്ചർ വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ ഈ ട്രാൻസ്ലേഷൻ മേഖലയിൽ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ക്ഷമ വേണം, കൺസിസ്റ്റൻസി ഉണ്ടാവണം. എന്നാൽ നമുക്ക് ഈ മേഖലയിൽ നല്ലൊരു മികവ് ഉള്ള ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട്, ഒരു വിവർത്തകനായിട്ട് മാറാൻ പറ്റും. സാറ് മുമ്പ് പറഞ്ഞ മേഖലകളിലൊക്കെ പിന്നെ ഈ എംബസി, അതുപോലെ UN ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മള് പ്രായപരിധി ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളല്ലേ? അതെ 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 അതെ. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ജോലികളുണ്ട്. പക്ഷെ നമ്മൾ അവിടേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും എക്സ്പീരിയൻസ് നോക്കും, നമ്മുടെ സ്കില്ലും നോക്കും. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ സ്കില്ലുള്ള ഒരാളുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് കമ്പ്യൂട്ടർ സ്കില്ലുണ്ട്, ഞാൻ നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ സംസാരിച്ച സാറിന് കമ്പ്യൂട്ടർ സ്കില്ലില്ല, ട്രാൻസ്ലേറ്റർ ആണ്. കമ്പനി ആരെ ചൂസ് ചെയ്യാന്നറിയോ? എന്നെ ചൂസ് ചെയ്യാ. കാരണം എന്താ, അവർക്ക് ഈ വേർഡിലും എക്സലിലും വർക്ക് ചെയ്യുന്നതോടൊപ്പം ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഞാനുണ്ടല്ലോ. അപ്പൊ 2 ആൾക്ക് കൊടുക്കുന്ന ഒരു സാലറി, രണ്ടാമത്തെ ഒരാൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു സാലറിന്റെ ഒരു പകുതിയും കൂടി ഇയാൾക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ എന്താവും? അവർക്ക് അവിടെ ഒരു 6000 റിയാല് സിമ്പിളായിട്ട് സേവ് ചെയ്തൂടെ? അപ്പൊ മാക്സിമം നമ്മൾ എന്താക്കാം, ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ്, അഥവാ
ഒരു ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും മികവുള്ള ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ചെറിയ ചെറിയ കോഴ്സുകൾ ചെയ്യാം. ഉദാഹരണത്തിന് വേർഡ് പഠിക്കുക, എക്സൽ പഠിക്കുക, ഡിസൈനിങ് പഠിക്കുക, ട്രാൻസ്ലേഷൻ പഠിക്കുക. അങ്ങനെ സ്വയം പര്യാപ്തമാവുന്ന രൂപത്തിലേക്ക് നമ്മളെ സ്കില്ലിനെ നമ്മൾ വളർത്തിയെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ഹാർഡ് വർക്ക് നല്ലോണം വേണം. അല്ലാതെ ചില ആൾക്കാർ പറയില്ലേ, നിങ്ങൾ 2 മാസം ട്രാൻസ്ലേഷൻ ചെയ്താൽ നിങ്ങൾ അതാവും ഇതാവും, അങ്ങനെയൊന്നും നമ്മൾ പറയില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താലേ എന്തെങ്കിലും ആവുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ നിങ്ങൾക്ക് ഓരോ പ്രതീക്ഷകൾ തന്ന് 2 മാസം പഠിച്ചാൽ അതാവും ഇതാവും. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അത്രേ നമുക്ക് ഈ ഒരു മേഖലയെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. സാറേ, കോഴ്സ് എടുക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അഷുറൻസ് എന്തെങ്കിലും ഉണ്ടോ? പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളോട് നിങ്ങൾക്ക് ജോബ് തരാം, നിങ്ങൾ 3000 റുപ്യ തന്നിട്ട് ജോയിൻ ചെയ്യും, നിങ്ങൾക്ക് ജോലി തരാൻ നമ്മൾ പറയാറില്ല. നമ്മൾ പറയാറുള്ളത്, നമ്മൾ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഈ ഒരു കോഴ്സ് 2 മാസത്തെ കോഴ്സ്, 1.5 മാസത്തെ ട്രെയിനിങ്, അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇന്റേൺഷിപ്പ് 2 മാസം. അപ്പൊ നമുക്ക് ഏകദേശം എത്ര മാസം വന്ന് 2 + 2 4, 5.5 മാസം, ഒരു 6 മാസം കൂട്ടിക്കോ. ഒരു 6 മാസത്തെ നിരന്തരമായ ഒരു പരിശ്രമത്തിലൂടെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാല് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു 2 മാസത്തെ ട്രാൻസ്ലേഷൻ കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു കഴിവ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഒരു കമ്പനിയിലേക്ക് ഞാൻ ട്രാൻസ്ലേഷൻ പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും, ഇപ്പോൾ 2 മാസത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ ആളാണ് എന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണ് അല്ലെ? നിങ്ങളെ സ്റ്റാറ്റസ് ഒരു ബിഗിനർ അല്ലേ മിസ്ബ? എന്നാണ് ആരാ ചോദ്യം ചോദിച്ചേ? മിസ്ഹാബ് അല്ലെ? അതെ അതെ. അപ്പോ 2 മാസത്തെ കോഴ്സ് ചെയ്ത മിസ്ഹാബിനെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ബിഗിനർ ആണ്. യെസ് ഓർ നോ? മിസ്സാബ് ഉത്തരം പറയട്ടെ. 2 മാസം ട്രാൻസ്ലേഷൻ കോഴ്സ് ചെയ്തിട്ട് നീ CV അയച്ചു കൊടുത്തു അല്ലേ? ബിഗിനർ ആണ്. ആ ഒരു ബിഗിനർ അവർക്ക് ഫീൽ ചെയ്യാത്ത രൂപത്തില് നമ്മുടെ CV-യിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് സർട്ടിഫിക്കറ്റ് ആണ് ഏത്? ഞാൻ 2 മാസം അലിയൺ അക്കാഡമിയായിട്ട് ടൈപ്പ് ഉള്ള ഖത്തറിലുള്ള അല്ലെങ്കിൽ UAE-യിലുള്ള ഷാർജയിലുള്ള ഒരു കമ്പനിയിൽ 2 മാസം ഇന്റേൺഷിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് ആയല്ലോ. അപ്പൊ നിങ്ങളുടെ ഗ്രേഡ് ബിഗിനർ എന്നുള്ള സ്റ്റേജിൽ നിന്ന് നിങ്ങൾ ഒന്നുകൂടി കയറിയല്ലോ, നിങ്ങളുടെ സ്റ്റാറ്റസ് ഉയർന്നില്ലേ? സാറേ, വേറൊരു സംശയം, നിങ്ങളുടെ ഈ അലിയൻ അക്കാഡമിയുടെ അണ്ടറില് രാജ്യങ്ങളില് നിങ്ങളുടെ പിന്നെ റെക്കമെൻഡില് അവസരങ്ങളുണ്ടോ ജോബിന്? അല്ല, ഓൾറെഡി നമ്മുടെ കോഴ്സ് ചെയ്ത കുട്ടികൾ ഓൾറെഡി വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന റിസൾട്ടുകളൊക്കെ അതാണ്. ഓൾറെഡി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കമ്പനികളിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടോ? നിങ്ങളുടെ സ്റ്റുഡൻസുകൾ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് കിട്ടിയ പ്ലേസ്മെന്റിന്റെ പോസ്റ്ററുകളാണ് ഞാൻ എന്റെ സ്ലൈഡിൽ കാണിച്ചു തന്നത്. മനസ്സിലായോ? പിന്നെ നിങ്ങൾക്ക് നമുക്ക് പല ഓപ്ഷൻസും വരാറുണ്ട്. ഇപ്പോ പിന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാല് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമോ? അതിനുള്ള അവസരം ഉണ്ടാവുമോ ചോദിക്കുന്നത്. ഉണ്ടാവും തീർച്ചയായിട്ടും. ചെയ്യാനൊക്കെ അല്ലേ? അതെ അതെ. നമുക്ക് സ്കില്ലുണ്ടോ അവസരമുണ്ട്. അവസരമുണ്ട്. ഞാൻ ഫസ്റ്റ് ഓർമ്മിച്ച കാര്യമാണ് നമ്മുടെ ഈ GCC കൺട്രിയില് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് അവരവരുടെ വീട്ടിൽ നിന്ന് ഹൗസിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാമെന്നുള്ളതാണ് ചോദിച്ചത്. അതിലൊരു പ്രായ വ്യത്യാസമില്ലല്ലോ, അതിൽ പ്രായം വ്യത്യാസമില്ലല്ലോ. ഞാൻ ചോദിക്കുന്നതൊക്കെ നമ്മളെ ഏജ് ഓവറിനെ ബന്ധപ്പെടുത്തിയുള്ള സംസാരങ്ങൾ ചോദിക്കുന്നത്. എനിക്കിപ്പോ ഒരു 65 ഉണ്ട്. പക്ഷെ അറബിയിൽ നല്ല കഴിവുണ്ട്. അറബി സംസാരിക്കും. ഞാനിപ്പോ അറബി ഗ്രാമർ വെച്ചാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് കേട്ടോ. അത് വളരെ സിമ്പിൾ ആയിരുന്നു. ഹലോ കേൾക്കുന്നുണ്ട് പറഞ്ഞു.
ആ അപ്പോൾ അപ്പൊ ആ കഴിവ് കൊണ്ടാണ് ഞാൻ ഈ ബേസിക് ക്ലാസ്സുകൾ 5 ക്ലാസ്സുകൾ കേട്ടത്. ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാകാത്തത് മനസ്സിലാകാനുള്ള ഒരു ശ്രമം നടത്തി ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ട്രാൻസ്ലേഷൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ എന്റെ ഹോംവർക്ക് ഒക്കെ റെഡിയാക്കി ഇട്ടത്. ഏകദേശമൊക്കെ എനിക്ക് തോന്നുന്നു സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് ലഭിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഏകദേശമൊക്കെ ഒരു 60% മുകളിൽ എനിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു. ഒന്നും അറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു 5 ദിവസത്തെ എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് ആണ്. എന്താണ് മൂത്ത്, എന്താണ് നെക്കർ, അതെ അതെ എന്താണ് അതെ സെന്റൻസ്, അല്ലെ? അതൊരു ബേസിക് ആണ്. അതെ അതെ അതൊരു തുടക്കം. അതൊരു 2% ഉള്ളൂ. ഇപ്പൊ അഞ്ച് എന്താ പറയാ 5 ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ട്രാൻസ്ലേഷന്റെ ഒരു 5%, ഒരു 10% ഒക്കെ കവർ ചെയ്തിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതെ അതെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റ് ആണ്. ഓരോ ഏരിയയും ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ അത്രയും ഉണ്ട് ഇത്. കാരണം ഓരോ ഏരിയയും അത്രയും വിശാലമായിട്ട് പരന്നു കിടക്കുന്ന സാധ്യതയാണ്. ഇപ്പൊ മെഡിക്കൽ ഫീൽഡ് എടുത്ത് നോക്കിയേ, അതിന്റെ സാധ്യതകൾ എത്ര പറയാണ്ടാവും. കോടതി നമ്മളിപ്പോ ലോയേഴ്സ് ഒന്നുമില്ല, അഡ്വക്കേറ്റ് ഒന്നും ആരും ഇല്ലല്ലോ ഇതില്. അപ്പൊ നമ്മള് ഒരു കോടതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസ് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഡിക്ഷണറികൾ വരുതണം. കോടതി എന്താണ് ആദ്യം പഠിക്കണം, അത് യൂട്യൂബ് കയറി നോക്കണം. കോടതിന്റെ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോ മെഡിക്കൽ ലെവലിൽ ഉള്ള ഒരു ട്രാൻസ്ലേഷന്റെ ഇപ്പൊ ഉദാഹരണത്തിന് തഖ്രീറുൻ തിബ്ബിയുൻ, ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ് നിങ്ങളെ കയ്യിൽ കിട്ടുന്നത്. ഇപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് ക്ലാസ് എടുത്തത് മെഡിക്കൽ റിപ്പോർട്ട്. അപ്പോൾ എങ്ങനെയാണ് മെഡിക്കൽ മേഖലയിൽ നമുക്ക് മാസ്റ്റർ ആവാന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെഡിക്കൽ ടെർമിനോളജി അറിയണം, രോഗങ്ങളെ കുറിച്ച് അറിയണം, ആ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന. ഇപ്പൊ ഉദാഹരണത്തിന് ECG അല്ലെ, ECG എടുക്കാൻ വേണ്ടി ഒരാൾ പോയി കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ടിൽ ECG റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പദങ്ങൾ വന്നിട്ടുണ്ടാവൂലേ? അതെന്താ നമ്മൾ അറിയണ്ടേ? അപ്പൊ ഒരു ട്രാൻസ്ലേറ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്നായി വർക്കൗട്ട് ചെയ്യുകയും ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്നും നടപ്പിലാക്കുകയും വേണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ട്രാൻസ്ലേറ്റർ ആവാൻ വേണ്ടി പറ്റുക. പക്ഷെ ഇത് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറയും പിന്നെ മരണം വരെ നമുക്ക് ആ ഒരു സ്കില്ല് നമ്മളിൽ നിന്ന് ഒഴിവായി പോകില്ല എന്ന് പറയാറുണ്ട്. നമ്മളിങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതിപ്പോ ഒരു മേഖലയുടെ ഉദാഹരണത്തിന് നോവലുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്തെ നമ്മളൊക്കെ ഒരു സാറുണ്ട്, ഷംനാദ് സാർ എന്ന് പറയും. 15-ലേറെ അറബിക് നോവലുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഖത്തറിൽ നിന്ന് 1 CR തോന്നുന്നു അദ്ദേഹത്തിന് പ്രൈസ് ഒക്കെ കിട്ടി. അത് സാഹിത്യ മേഖലയിലുള്ള ട്രാൻസ്ലേഷൻ, അറബിയിൽ രചിക്കപ്പെട്ട നോവലുകൾ എന്താക്കുക മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുക. DC ബുക്കാണ് അവരുടെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച്. അപ്പൊ അവർക്ക് ഖത്തറിന്റെ 1 CR അടുത്തുള്ള ഒരു ഇതൊക്കെ കിട്ടിയിരുന്നു, പാരിതോഷികം കിട്ടി. അപ്പൊ ഇത് നമ്മൾ വിചാരിച്ച മേഖലയല്ല ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. പിടുത്തം വിട്ട നമുക്ക് നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ പറ്റുന്ന, കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പക്ഷെ ആ മേഖലയെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാകുന്നത്. ഒരാളെ പോലെ ചിലപ്പോൾ മറ്റയാൾ അധ്വാനിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അയാൾക്ക് നല്ല സ്റ്റാറ്റസ് കിട്ടും, മറ്റയാൾക്ക് അതെ കിട്ടൂല. ഓക്കെ. മനസ്സിലായോ? ഒരു ഡൗട്ട് ഓരോരുത്തർ ചോദിച്ചോട്ടെ? ചോദിക്കും. ഒരു ഡോക്യുമെന്റ് ബേസ്ഡ് ട്രാൻസ്ലേഷൻ മാത്രമാണോ, അതല്ല നമ്മള് ലാംഗ്വേജ് സ്കിൽ ഉണ്ടാക്കാന്നുള്ള ലെവലിൽ ട്രാൻസ്ലേഷൻ ആണോ ഉണ്ടാവുക? ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു മേഖലയാണ്. നീ ഇപ്പൊ രണ്ടാമത് പറഞ്ഞൊരു മേഖലയല്ലേ, ഏത്? ഇപ്പൊ ഭാഷ ഇംപ്രൂവ്മെന്റ്, സ്പീക്കിംഗ്, അത് വേറെ മേഖലയാണ്. നമ്മൾ ഈ 2 മാസം ഫോക്കസ് ചെയ്യുന്നത് ഡോക്യുമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കില്ലാണ്. മനസ്സിലായോ നിഷാദ്? ഓരോന്നും ഓരോ മേഖലയാണ്. മനസ്സിലായോ? അറബി നന്നായി സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് ട്രാൻസ്ലേഷൻ കോഴ്സിൽ ചേരരുത്, അബദ്ധാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഗ്രാമർ ശരിയാക്കണം എന്നുള്ള നിലക്ക് ഇത് ട്രാൻസ്ലേഷൻ കോഴ്സിൽ ചെയ്യരുത്, അബദ്ധാണ്. ഗ്രാമർ ഇതിന്റെ കൂടെ പഠിച്ചോളൂ, ഓരോന്നും ഓരോന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും? ക്ലാസ്സുകള് ഇടയിന്നാ വന്നത്. ക്ലാസ്സുകള് ലൈവ് ആണോ അതോ റെക്കോർഡായിരിക്കുമോ? നിങ്ങളെ പേരൊന്ന് പറയോ, അറിയാൻ വേണ്ടിട്ട്. സഈദാന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് അറിയാ. ആ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ റെക്കോർഡ് ക്ലാസ് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാലോ.
ലൈവില് അതെ അതെ ചിലപ്പോ. അതെ അപ്പോ നിലവിലെ അതില് ക്ലാസ് കാര്യങ്ങളൊക്കെ ആ, ഉള്ളതുകൊണ്ടേ. അതെ. പിന്നെ അതില് നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് നമ്മൾ തരുന്ന ലൈവ് സെഷൻസ്. അത് നിങ്ങൾക്ക് ഏത് ദിവസമാണോ നമ്മൾ എന്താ പറയാ പ്ലാൻ ചെയ്ത് തരുന്നത്, ആ ദിവസം ഒറ്റ ലൈവ് ഉണ്ടാവുള്ളൂ ആഴ്ചയിൽ. ആ ലൈവ് അതെ നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കണം. അതിൽ നിങ്ങൾക്ക് ഒരു അക്കാഡമിയിൽ നിന്നും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തരും. അപ്പൊ അതിലിപ്പോ നമ്മള് അക്കാഡമി ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ലൈവ് സെഷൻസിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് അയച്ചു കൊടുക്കൂല. നമ്മൾ എന്താ പറയുക, നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ പങ്കെടുക്കാതിരുന്നത് പൊതുവെ എന്നുള്ളത് എന്താ ഉണ്ടാവല്? കാരണം, കാരണം നമ്മള് കാണിക്കണം. വെള്ളിയാഴ്ച രാത്രി അത് അവര് ഒഴിവുള്ളതോ? അതെ അതെ, ഞാൻ പറയാം. ഉം. അപ്പോ കാരണം പറയണം. കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല. അതെ ഒക്കെ അക്കാഡമി ഇങ്ങനെ പറയാ, പലതും നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പറയും ഞങ്ങള് പൈസ തരണല്ലേ, നിങ്ങൾക്ക് എന്താ ഈ ലൈവ് സെഷൻസ് അയച്ചെന്നാലെന്ന് പറയും. നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാം, ന്യായമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് പഠിക്കാൻ സമയമില്ല, മറ്റുള്ളവർ നമ്മളെ പിന്നാലെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ സൈതോ? അതെ അതെ. അപ്പൊ അതല്ല പൈസ ശനിയാഴ്ചകളിലാണോ ഉണ്ടാവുക ലൈവ് സെഷൻസ് ഒക്കെ? എങ്ങനെയാണ്? ലൈവ് സെഷൻസ് 1 മണിക്കൂറാണ് ഉണ്ടാവുക. അതെ എല്ലാവർക്കും സൗകര്യപ്പെടുന്ന ടൈം തന്നെ ആയിരിക്കും അല്ലേ? അത് നിങ്ങളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണ മുന്നേ ജസ്റ്റ് ഒരു വോട്ടിങ്ങിന് ഇടും ഏത് സമയമാണ്. രാത്രി ഉണ്ടാവുക. ഇപ്പോ അതെ 8:15 അല്ലേ ഇഷ ഉള്ളത്. ഉം. അപ്പോ ഇശാസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എല്ലാവരും മാനിച്ചുകൊണ്ടായിരിക്കും ഒക്കെ തീരുമാനിക്കുക. ഒരു അതെ ഡേറ്റ്, ഒരു ആഴ്ചയിൽ ഒറ്റ ദിവസം. പക്ഷെ അതിൽ അതെ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾ കാരണം പറയണം. അത് നമുക്കൊരു നല്ലൊരു ബിഹേവിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല കാരണം പറഞ്ഞാൽ ക്ലാസ് മനസ്സിലായോ? കിട്ടുമോ? ജനുവിന് കാരണം പറയണം. മന്തി കഴിക്കാൻ പോയി എന്ന് പറയരുത്. അല്ല അതല്ല. ഇൻഷാ അള്ളാ. അത് നമുക്കൊരു അല്ല ബാക്കി മലയാളം. ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ഇട്ടുണ്ടാവില്ലേ? അത് ബാക്കി ഫുള്ള് റെക്കോർഡ്. നിങ്ങൾക്ക് 40 ഡോക്യുമെന്റിന്റെ ആണല്ലോ. 40 ഡോക്യുമെന്റ് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇത് ഉറങ്ങണക്കായി മുന്നേ അത് ഓരോ ദിവസവും അയക്കണം. രാവിലെ അതെ നിങ്ങൾക്ക് ഒരു വർക്ക് ഷീറ്റ് അയച്ചു തരും. അത് ഉം. ഉറങ്ങണക്കായി മുന്നേ നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കണം. വർക്ക് ഷീറ്റിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതെ അത് നമ്മൾ പ്രാക്ടിക്കലാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ലേ. നമ്മൾ കുറെ നിയമങ്ങൾ പഠിച്ചിട്ട് അതെ കാര്യമൊന്നുമില്ല. അപ്പൊ അതിങ്ങനെ ചെയ്ത് പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അനലൈസിംഗ് ഉണ്ടാവും. അഥവാ ഉം. ഒരു ദിവസം നമ്മൾ രാവിലെ അയച്ചു തരുന്നത് പിറ്റേ ദിവസം അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ നിങ്ങൾ ചെയ്ത വർക്കും അക്കാഡമികൾ അയച്ചു തരുന്നതും തമ്മിൽ നിങ്ങൾ അനലൈസ് ചെയ്യണം. അപ്പൊ എവിടൊക്കെയാണ് ഉം. എനിക്ക് പാളിച്ച പറ്റിയത്, ഈ പദത്തിന് പകരം ഈ പദമാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നല്ലൊരു ഡയറി നമുക്ക് ഉണ്ടാവണം. ആ ഡയറി നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെഫറൻസ് പുസ്തകമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഒരു പഴയ ഒരു നോട്ട് എടുത്തിട്ട് ഇങ്ങനെ എഴുതിക്കരുത്. പുതിയ നോട്ട് തന്നെ 200 പേജിന്റെ ഒരു ചെറിയൊരു നോട്ട് വാങ്ങി അത് നമ്മുടെ ഒരു മാസ്റ്റർ പുസ്തകമായിട്ട് നമ്മൾ സൂക്ഷിക്കുക. ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി വെക്കുക. ഓരോ ക്ലാസ്സിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ അതിൽ എഴുതി വെക്കുക. ലൈവ് സെഷൻസ് വേറെ തന്നെ എഴുതി വെക്കുക. ഇപ്പോൾ വർക്ക് ഷീറ്റുകൾ അയച്ചു തരുമ്പോൾ അതിന്റെ അനലൈസിംഗിൽ വരുന്ന പ്രധാനപ്പെട്ട ഈ കണക്റ്റിംഗ് വേർഡ്സുകളൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് അക്കോർഡിംഗ് ടു മീ എന്നൊക്കെ പറയുന്ന രൂപത്തിലൊക്കെ. അതുപോലെ ഉം. തന്നെ ഇപ്പോൾ നമ്മൾ ഈ കോടതി റിലേറ്റഡ് ആയിട്ടൊക്കെ പറയുന്ന സമയത്ത് ഓരോ ടെർമിനോളജിനും വ്യത്യസ്തമായിട്ടുള്ള പ്രയോഗങ്ങളായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നിങ്ങളൊന്ന് അതെ ആലോചിച്ച് ലൊറബ. ലൊറബ എന്ന് പറയുന്ന ആ ഒരു പദത്തിന് എത്രയോ അർത്ഥങ്ങളുണ്ട് അല്ലെ, പലർക്കും അറിയുന്ന അതെ കാര്യമാണ്. ഇപ്പൊ ലൊറബ്തു സെയ്ദൻ, ഞാൻ സെയ്ദിനെ അടിച്ചു. ലൊറബല്ലാഹു മസലൻ, അവിടെ ലൊറബക്ക് ഉദാഹരണം ഉദാഹരിച്ചു എന്നാണ്. ലൊറബല്ലാഹു മസലൻ, അള്ളാഹു ഉദാഹരണം ഉദാഹരിച്ചു. വേറൊരു ഉദാഹരണം പറയാണ്, ലൊറബ്തു 20 കിലോമീറ്റർ ലി അസില ഇല കാലിക്കൂത്ത്, കോഴിക്കോട് എത്താൻ വേണ്ടി ഞാൻ 20 കിലോമീറ്റർ പിന്നിട്ടു എന്നാണ് അവിടെ അർത്ഥം. ഉം. ഈ ലറബക്ക് ഇത്രത്തോളം അർത്ഥമുണ്ട്, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും എന്ന് ഒരു സാമാന്യ ബോധം ഒരു ട്രാൻസ്ലേറ്റർക്ക് ഉണ്ടാവണം. അതെ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇപ്പൊ നേരത്തെ നമ്മൾ ഫസ്റ്റ് സംസാരിച്ച ഒരു പറഞ്ഞ പോലെ നമ്മളും സ്വയം ഒരു ഹാർഡ് വർക്ക് ചെയ്യണം. അതെ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവും. നമ്മള് ഇപ്പൊ ഒരു 100 രൂപ കൊടുത്ത് പഠിക്കുന്ന ഒരു കോഴ്സ് ആണെങ്കിലും ആ 100 രൂപക്ക് നമ്മൾ വാല്യൂ കൽപ്പിക്കണം. അതാ നമ്മൾ പറയുന്നത്. അതെ മനസ്സിലായോ? നിങ്ങൾ ഏത് അക്കാഡമിയിൽ പഠിച്ചാലും നിങ്ങൾ ഫീസ് കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ ആ ഫീസിന് നിങ്ങൾ വാല്യൂ കൽപ്പിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ. ഇപ്പൊ കോഴ്സിന് ചേരും പലരും, എന്നിട്ട് ഓരോരോ മണിക്കോ
എന്നിട്ട് ലാസ്റ്റ് പറയും എനിക്ക് പറ്റൂല എന്ന് പറയും. അതെ. അത് പറ്റൂല, അങ്ങനെ അങ്ങനെ പലരും പറയാറുണ്ട്. ഈ അധ്വാനിച്ചിക്കണോ ഇല്ല, അത് ഇതായി എക്സാമായി അതായി ഇതായി അങ്ങനെ ആയിക്കോട്ടെ, നമ്മളെന്ത് ചെയ്യാനാ. ഉം. അപ്പൊ അങ്ങനെ ആവരുത്. പഠിക്കാൻ നല്ല അസ്മ എടുക്കുക, നല്ല ഡിറ്റർമിനേഷൻ ഉണ്ടാവുക, നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് കയ്യിൽ കിട്ടിയാല് നമ്മളെ ലൈഫ് സെറ്റിൽ ആവും ഇൻഷാ അള്ളാ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ 1.5 മണിക്കൂറായി. ഞാൻ ദീർഘയാത്ര കഴിഞ്ഞ് ഈ സെഷന് വേണ്ടി മുന്നിലിരുന്നതാണ്. എന്നായിക്കോട്ടെ ഇൻഷാല്ല. അപ്പോൾ നിങ്ങൾ അസീം സാറിനൊക്കെ അറിയിക്കുക, ഈ സെഷന് റെക്കോർഡാണ്, നിങ്ങൾക്ക് അതൊക്കെ അയച്ചു തരാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാറിനോട് ചോദിക്കുക. അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, പറഞ്ഞ് മനസ്സിലാക്കി തരും. നിങ്ങൾക്ക് വേണ്ടത് മൂന്ന് കാര്യം: വലിയ സ്വപ്നം ഈ ഒരു മേഖലയിൽ ഉണ്ടാവുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക, കൺസിസ്റ്റൻസി ട്രാൻസ്ലേറ്റർക്ക് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഈ ഷഹാദത്ത് ചൊല്ലിയാലേ മുസ്ലിം ആവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ട്രാൻസ്ലേറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സ്ഥിരത എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. അസീം സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? യാത്രയിലാന്ന് തോന്നുന്നുണ്ട്, വൈൻഡപ്പ് ചെയ്യാം. ഹലോ, ഞാന് ചെറിയ പറയും. യാത്രയിലാണ്, ട്രെയിനിലായുള്ള. പറയും. നമ്മുടെ ലീവില് 20 ആളുകള് ലാസ്റ്റ് വരെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതെ. ഇൻഷാല്ലാ. അപ്പോ ഒരുപാട് ആളുകള് ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്, ഈ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാന് ലൈവിന്റെ ഇടയിലാണ് ഈ ഒരു ലൈവ് സെഷനിലേക്ക് കയറിയത്. ഓക്കെ. അപ്പോ കുറച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഇൻഷാല്ല നമ്മൾ 5 ഡേയ്സ് ട്രാൻസ്ലേഷൻ കോഴ്സ് ബേസിക് ആയിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ 5 ഡേയ്സിൽ ട്രാൻസ്ലേഷന്റെ ഒന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റൂല, അത് ഉറപ്പാണല്ലോ. 5 ഡേയ്സ് ആകുമ്പോ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ചെറിയ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇതാക്കുന്നുള്ളത്. ട്രെയിനിലുള്ള യാത്രയിൽ. അപ്പോൾ ഇൻഷാല്ല കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ ആളുകൾക്കും പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, എന്ത് സംശയം എന്തുണ്ടെങ്കിലും. ഈ ഒരു ഇൻഷാ കോഴ്സ് ചെയ്തിട്ട് പ്ലേസ്മെന്റ് കിട്ടിയ ആളുകളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ പല ആളുകൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾ ചോദിക്കാൻ ഇൻഷാല്ല, അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാദിൽ സർ ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ സെഷന്? അതെ. നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കൊക്കെ നമ്മൾ ഈ അക്കാഡമിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മുടെ എന്താ പറയാ, കാരണം നമ്മളിലൂടെ ഒരാളുടെ കരിയർ രക്ഷപ്പെടുമ്പോൾ അതൊരു ഹിസാലാണ്, നമ്മൾ ഇതിൽ പറയില്ലേ, അതൊരു നന്മയാണ്. അപ്പൊ പലർക്കും ഇപ്പൊ ഫസ്റ്റ് സംസാരിച്ചവർ പറഞ്ഞ് പല ആളുകൾക്ക് ഇതൊന്നും അറിയില്ല എന്ന്. അത് വളരെ യാഥാർത്ഥ്യമാണ്. പലർക്കും ഇതൊന്നും അറിയില്ല. എല്ലാവർക്കും ഈ സർപ്രൈസ് ലെവലിലുള്ള കരിയർ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും, ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഒരുപാട് ഇതിലുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരിമാർക്കൊക്കെ ഈ ഒരു മേഖലയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരെയും എഡ്യൂക്കേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു പരസ്പരം. കാര്യം ആരാ? ചോദിച്ചോട്ടെ? പറഞ്ഞു. നേരത്തെ അതായത് ഹബീബ് എന്നെ ഇങ്ങനെ കോഴ്സ് പഠിപ്പിച്ചു പ്രൊവൈഡ് തന്നിട്ടുണ്ടല്ലോ, അന്തു ചെയ്യുന്ന ഹിബലി നഫ്സിക കോഴ്സുകളെ മാതു കുറിച്ച്. ഹിബലിയ. ഹലോ, മിസ്ബാഹ് പറഞ്ഞു. കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറെ കോഴ്സുകൾ പറഞ്ഞല്ലോ, അതിൽ ലാസ്റ്റ് PG ചെയ്യുന്നവർക്ക് എന്തൊരു കോഴ്സ് പറഞ്ഞില്ലേ? ഡിപ്ലോമ ഇൻ അറബിക്, അഡ്വാൻസ്ഡ് അറബിക് ലാംഗ്വേജ് കോഴ്സ്. അത് എങ്ങനെയാ അത് ചെയ്യാൻ അത് നമ്മൾ ഈ താല്പര്യമുണ്ടായിരുന്നു? ടെഡെക്സ്, ഇൻഷാല്ലാ അത് നെക്സ്റ്റ് ബാച്ച് വരുമ്പോൾ ഞാൻ മിസ്ബാഹിനെ അറിയിക്കാം. നമ്മളെ അല്ലുവിന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രീ ആണെന്നാണോ പറഞ്ഞത്? എങ്ങനെ? അത് ഫ്രീ ആണെന്നാണോ പറഞ്ഞത്? അത് ഫ്രീ കോഴ്സാണ്. 6 മന്തിന്റെ ഒരു ഡിപ്ലോമയാണ്. 99. ഞാൻ നമ്പർ ഇവിടെ അയക്കും. ഓക്കെ. ജസ്റ്റ് ഒരു പേര് അല്ലുവിന്റെ ഇതിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അത് PG സ്റ്റുഡൻസ് ആണ്. അത് നമ്മൾ ഈ ടെഡെക്സ് പോലെയാണ്. അഥവാ എന്താ പറയുക, മൊത്തം അറബിയിലായിരിക്കും അതിന്റെ കമ്മ്യൂണിക്കേഷൻ, പ്രസന്റേഷനും കാര്യങ്ങളും. അത് ഒരു അഡ്വാൻസ്ഡ് നിലവാരത്തിൽ ചെയ്യുന്ന PPT പ്രസന്റേഷൻ പോലെ അറബികളൊക്കെയാണ് അതിൽ ക്ലാസ് എടുക്കാൻ വരാറുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാ.
അപ്പൊ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി എല്ലാവരും സാർ അയച്ച പഠിക്കുക. നമ്പർ എങ്ങനെ? അയച്ച നമ്പർ അത് അല്ലീവിന്റെ നമ്പർ കേട്ടോ. അപ്പൊ ഒരു ഓഫീസിൽ നിന്ന് എനിക്ക് അല്ല അത് അതിന്റെ കിട്ടിയില്ല. ഡീറ്റെയിൽസ് കിട്ടിയില്ലേ? 99 ഓക്കെ 95 കിട്ടി കിട്ടി. 02 54 38. ഓക്കെ എന്നാ ഇൻഷാ അല്ലാ. താങ്ക് യു. ഓക്കെ, അസ്സലാമു അലൈക്കും. വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ വലൈക്കും പറഞ്ഞ അസ്സലാം. പോലെ ബറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.